السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. شكرا. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യനായ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കരിയ, അതുപോലെ പൗര പ്രമുഖനും നമ്മുടെ നാട്ടുകാരനും മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായിട്ടുള്ള നമ്മുടെ MP അബ്ദുൽ അലി മാസ്റ്റർ, BPA ഹമീദ്, അതുപോലെ നമ്മുടെ ബഷീർ സാഹിബ്, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ ഫൈസൽ നന്മണ്ട, ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാമായ ഈ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ള ബഹുമാനിയായ കുറുവങ്ങാടൻ മറിയം, അതുപോലെ ബഷീർ സാഹിബ്, കുറുവങ്ങാടൻ അലി സാഹിബ്, മക്ബൂൽ, KM റഹ്മാൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം നമ്മുടെ മദ്രസയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നാം മുന്നിൽ കണ്ടിട്ടുള്ള മദ്രസയുടെ പുരോഗതിയും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള പുരോഗതിയും എല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് സ്മാർട്ട് ക്ലാസ് റൂമുകൾ രൂപീകരിക്കുകയും ആ ക്ലാസ് റൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ഇന്ന് ഈ വേദിയിൽ വെച്ച് ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക് മതവിദ്യാഭ്യാസവും അതുപോലെ തന്നെ ധാർമ്മിക ബോധവും നൽകിയിട്ടുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ് ദാറുസ്സലാം മദ്രസ എന്നെല്ലാവർക്കും അറിയാം. മഹാനായ പണ്ഡിതൻ MT അബ്ദുറഹ്മാൻ മൗലവിയുടെയും സമാന ഹൃദയരായ ഒരുപാട് ആളുകളുടെയും അക്കാലത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും മതപരമായ ബോധത്തിൻ്റെ വളർച്ചയുടെ ഒരു കേന്ദ്രമായിരുന്നു ദാറുസ്സലാം മദ്രസ. പിന്നീട് പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ വിവിധ മദ്രസകളും മതസ്ഥാപനങ്ങളും വളർന്നു വന്നതുകൊണ്ട് തന്നെ ഈ മദ്രസ അതിലൊരു മദ്രസയായി മാത്രം മാറുകയും കുട്ടികളും അതേപോലെ തന്നെ പല ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിന്നറി പോവുകയും ചെയ്തതുകൊണ്ട് ഈ മദ്രസ പഴയകാല പ്രതാപത്തിൽ മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. കുട്ടികളുടെ എണ്ണത്തിലും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ മറ്റ് പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ്
നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമുക്കറിയാം, മതവിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്ഥിതി തന്നെ മാറേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ മദ്രസ പഠനത്തെ ഒരു 2ാം നമ്പർ പഠനമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും. ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക്, അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ കുട്ടികളെ പഠനത്തിന് വേണ്ടി നാം പറഞ്ഞയക്കുമ്പോൾ അവിടെ എത്ര പണം മുടക്കി എത്രയും പണം ചെലവഴിക്കാനും ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ടി ആരുടെ കാല് പിടിക്കാനും നമുക്ക് യാതൊരു പ്രയാസമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഇഹാപര ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായിട്ടുള്ള മദ്രസ പഠനത്തിന് നമ്മുടെ ആളുകൾ നൽകുന്ന പ്രാധാന്യം വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് ഈ മദ്രസയിൽ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുക്കുകയും അതിന്റെ നേതൃത്വത്തിൽ തന്നെ പഴയ മദ്രസയുടെ അവസ്ഥയിൽ നിന്നും മാറ്റം വരികയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ 2 ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ ക്ലാസ് റൂമുകളും ടൈലിടുകയും അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഒരു ക്ലാസ് റൂം ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും നമ്മൾ മറ്റ് ക്ലാസുകൾ കൂടി പൂർണ്ണമായ രൂപത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമുക്കറിയാം, മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ധാർമ്മികമായ ചുറ്റുപാടുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ മദ്രസയുടെ കൂടെ നിൽക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ക്ലാസ് റൂമെല്ലാം തന്നെ പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തകർ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ അശ്രാന്തമായ പരിശ്രമം കൊണ്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. കുറച്ച് വൈകി എന്നുള്ളത് ശരിയാണ്. സ്വാഭാവികമായിട്ടും പല കാരണങ്ങളും അതിനുണ്ടാവും. പണം നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുള്ള പലരും വൈകി പണം നൽകിയത് കൊണ്ടാവാം അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ ഇവിടെ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ. ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന BPA ഹമീദ് സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രസീഡിയം അലങ്കരിക്കുന്നത് ബഹുമാന്യരായ KP അഹമ്മദ് കുട്ടി സാഹിബ്, TK ഉബൈദുള്ള, CK ഉണ്ണിമോയി, PP അബ്ദുൾ റഷീദ് തുടങ്ങിയവരാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനനായ CV സക്കരിയ അവർകളാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മദ്രസയുടെ സെക്രട്ടറി, നമ്മുടെ എല്ലാ മത സാമൂഹിക പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ഷാനിഫ് KP ആണ് ഈ പരിപാടിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അതിന് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മൾ ഈ ഉദ്ദേശവുമായി ആദ്യമായി സമീപിച്ച ബഹുമാനിയായിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ നാടിന്റെ സ്പന്ദനവും അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന, നമുക്കറിയാം, ബഹുമാന്യനായിരുന്ന ജബ്ബാർ ഉസ്താദിന്റെ പത്നിയുമായിട്ടുള്ള കുറുവങ്ങാടൻ മറിയം അവർകളാണ്. അവർ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാണ് ആദ്യമായി ഒരു സ്മാർട്ട് ക്ലാസ് റൂം നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവർ തന്നെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിനുവേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അവരെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ
നമ്മുടെ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ CIR പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിൽ നിന്നുമൊക്കെ തന്നെ ഫുൾ A+ നേടിയിട്ടുള്ള കുട്ടികളെ പ്രതിഭ അവാർഡ് വിതരണം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ള കുട്ടികളെയും പ്രത്യേകമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടി നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഈ മദ്രസയുടെ പ്രധാന അധ്യാപകൻ സദർ മുഅല്ലിം അബ്ദുറഹീം മാസ്റ്ററാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള ഫൈസൽ നന്മണ്ട അവർകളാണ്. അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരും എന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വാർഡ് മെമ്പർ ഷമീന സലീം, ബഹുമാന്യനായിട്ടുള്ള MP അബ്ദുൽ അലി മാസ്റ്റർ, KM റഹ്മാൻ സാഹിബ്, കുറുവാങ്ങാടൻ അലി സാഹിബ്, മക്ബൂൽ TK, OK ബഷീർ അഹമ്മദ്, അത്തീഖ് MT, MP സുലൈമാൻ, MP സുൽത്താൻ മാസ്റ്റർ തുടങ്ങിയവരാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് സമാപന ഭാഷണം നിർവഹിക്കുന്ന കുഞ്ഞാൻ P മുഹമ്മദ്, നന്ദി പ്രഭാഷണം നിർവഹിക്കുന്ന ഷംസുദ്ദീൻ KP, മുഴുവൻ ആളുകളെയും ഈ പരിപാടി ശ്രമിക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ BPA ഹമീദ് സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള അസ്സലാമു അലൈക്കും. ദീനിൻ്റെ ആദ്യ പാഠം ലഭിച്ച ഈ സ്ഥാപനത്തിൽ ഈ പുണ്യമാസത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ സർവശക്തനെ സ്തുതിക്കുന്നു. ഈ ക്ലാസിൻ്റെ പരിപാടിയുടെ വിശദവിവരങ്ങൾ സ്വാഗത പ്രസംഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ സ്മാർട്ട് റൂമിൻ്റെ ഫണ്ട് സംഭരണത്തിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അന്ന് ഒരു സ്മാർട്ട് റൂമായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഒന്നിൽ കൂടുതൽ തുടങ്ങുവാനുള്ള കഴിവ് നമുക്ക് കൈവന്നിരിക്കുകയാണ്. ഏതായാലും കൂടുതൽ പ്രസംഗിക്കുന്നില്ല, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് സ്വാഗതഗാനമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കരിയ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അറിവിൻ പൂവാടിയിൽ പൂന്തേനുകരുവാൻ ദാഹിച്ചു മോഹിച്ചു വന്നവർ ഞങ്ങൾ. ശേഷിക്കും നാളുകളിൽ നന്മ വരാനായി, ശേഷിക്കും നാളുകളിൽ നന്മ വരാനായി സ്വാഗതമോതുന്നു ആഗതരിൽ, സ്വാഗതമോതുന്നു ആഗതരിൽ. അറിവിൻ പൂവാടിയിൽ പൂന്തേനുകരുവാൻ ദാഹിച്ചു മോഹിച്ചു വന്നവർ ഞങ്ങൾ. ശേഷിക്കും നാളുകളിൽ നന്മ വരാനായി, ശേഷിക്കും നാളുകളിൽ നന്മ വരാനായി സ്വാഗതമോതുന്നു ആഗതരിൽ, സ്വാഗതമോതുന്നു ആഗതരിൽ. അറിവോ അമൃത് അജ്ഞത നാശം, വഴികാട്ടും ഗുരുമാർഗം നീങ്ങേണം. അറിവോ അമൃത് അജ്ഞത നാശം, വഴികാട്ടും ഗുരുമാർഗം നീങ്ങേണം. അവരിൽ ബഹുമാനം ആദരവോടെയായി നന്മയിൽ സംസ്കാരം നേടേണം, നന്മയിൽ സംസ്കാരം നേടേണം.
അറിവോ അമൃത് അജ്ഞത നാശം വഴികാട്ടും ഗുരുമാർഗം നീങ്ങേണം അവരിൽ ബഹുമാനം ആദരവോടെ നന്മയിൽ സംസ്കാരം നേടേണം നന്മയിൽ സംസ്കാരം നേടേണം അറിവിൻ പൂവാടിയിൽ പൂന്തേന്നുകരുവാൻ ദാഹിച്ചു മോഹിച്ചു വന്നവനങ്ങൾ ശേഷിക്കും നാളുകളിൽ നന്മ വരാനായി ശേഷിക്കും നാളുകളിൽ നന്മ വരാനായി സ്വാഗതമോതുന്നു ആഗതരിൽ സ്വാഗതമോതുന്നു ആഗതരിൽ സ്വാഗതമോതുന്നു ആഗതരിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ BP ഹമീദ് സാഹിബ്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട അഷ്റഫ് മാസ്റ്റർ, ഇതിൻ്റെ പ്രസിഡിയം അലങ്കരിക്കുന്ന KP അഹമ്മദ് കുട്ടി സാഹിബ്, TK ഉബൈദുള്ള, CK ഉണ്ണിമോയി, PP അബ്ദുൽ റഷീദ്, ഇതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഷാനിഫ് KP, ഈ സ്മാർട്ട് ക്ലാസ് റൂമോടെ സംഭാവന ചെയ്ത് ഈ സ്ഥാപനത്തിന് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട കുറുവങ്ങാടൻ മറിയം, ഇതിൽ ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സമീന സലീം, പ്രിയപ്പെട്ട MP അബ്ദുൽ അലി മാസ്റ്റർ, പ്രിയപ്പെട്ട KM റഹ്മാൻ സാഹിബ്, അതുപോലെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട പണ്ഡിതൻ ഫൈസൽ നന്മണ്ട അവർകൾ, കുറുവങ്ങാടൻ അലി സാഹിബ്, ശ്രീ മക്ബൂൽ സാഹിബ്, അത്തി കമ്മിറ്റി MP സുൽത്താൻ അവർകൾ, ഇതിൻ്റെ സമാപനമായി സംസാരിക്കുന്ന കുഞ്ഞാൻ P മുഹമ്മദ്, നന്ദി പറയുന്ന ശംസുദ്ദീൻ KP, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ മദ്രസയുടെ ഒരു വലിയ സംഗമം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പൂർവ്വ വിദ്യാർത്ഥിയുടെ ഒക്കെ ഇവിടെ നടന്നിരുന്നു. അന്നത്തെ ഒരു വാഗ്ദാനമാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് നിറവേറ്റാൻ കഴിഞ്ഞത്. അതിൻ്റെ ഔപചാരികമായി കാട്ടുന്നതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കുറുവങ്ങാടൻ മറിയം അവർ നിർവഹിക്കും. നമ്മുടെ സദസ്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന CM റഹ്മാൻ സാഹിബ് സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് ശിഫയാക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ മദ്രസ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ച ഏറെ ബഹുമാന്യനായ പണ്ഡിതനായ MT അബ്ദുറഹിമാൻ മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ വാഴക്കാട്ട് അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും ഒക്കെ അനുസരിച്ച് കൃത്യമായ ചിട്ടയോടുകൂടിയ ഒരു മദ്രസ് അന്ന് കേരളത്തിൽ തന്നെ ഏറെ മാതൃകയിൽ പോയ നമുക്കറിയാം. അന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു മദ്രസ് തുടങ്ങുന്ന ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മദ്രസ് ഇവിടെ തുടങ്ങി വലിയ വിജയം വരിച്ചത്. അതിനുശേഷം സമീപ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മദ്രസകൾ ജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മദ്രസകൾ എല്ലാവർക്കും തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇടക്കൊന്നോളം ഇന്നും മദ്രസകളൊക്കെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, നമ്മൾ ഇന്നിപ്പോൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ നമ്മൾ ചേർക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അത് സ്മാർട്ട് ക്ലാസ് റൂമാണോ, അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ മദ്രസയിൽ അങ്ങനെയൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മദ്രസയിലാണെങ്കിൽ 4 പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ഡെസ്കും 2 പൊട്ടി കസാരയൊക്കെ മതി എന്നുള്ള ഒരു ധാരണ. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള നമുക്കറിയാം, CBSE സിലബസ് വന്നതോടുകൂടി തന്നെ നമ്മൾ മക്കളെ അതിരാവിലെ 7 മണിക്ക് തന്നെ മാറ്റിയൊരുക്കി
നമ്മൾ പിന്നെ ബസ്സുകളിൽ എവിടെയാണ് ആ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാവുക, ഏറ്റവും ഉന്നത വിജയം ഭരിക്കുന്ന സ്കൂളുകൾ ഏതാണ്, ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്ന സ്കൂളുകൾ ഏതാണ് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം തേടി മക്കളെ പറഞ്ഞേക്കുമ്പോൾ നമ്മളെ വിദ്യാർത്ഥി മക്കൾക്ക് മദ്രസ പഠനം മതപഠനം നിന്നുപോയോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു അർത്ഥത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ 2-3 പാലങ്ങൾ ഇടവണ്ണപ്പാറ വന്നപ്പോൾ 14 15 പിന്നെ CBSE സ്കൂളുകളുടെ, ഞാൻ CBSE വിമർശിക്കുകയല്ല, ഏത് സ്കൂളുകളായാലും ഉന്നത നിലവാരത്തിൽ എത്തുന്ന മക്കളൊക്കെ ആ ബസ്സിൽ കയറി പോകുമ്പോൾ അവർക്ക് രാവിലെ കിട്ടുന്ന മദ്രസ പഠനം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഉള്ളത് ചില സ്കൂളുകളിലൊക്കെ 1 അവർ അല്ലെങ്കിൽ ഒരു 10-30 മിനിറ്റ് മാത്രമാണ് മതപഠനമുള്ളത്. ആ മതപഠനം നമ്മൾക്ക് ഇഹപര നമുക്ക് മാതൃകയായി നമ്മൾ ജീവിക്കേണ്ട നമ്മുടെ ആ മതപഠനം നിന്നു പോകുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഇന്ന് അനിവാര്യമാണ് എന്നുള്ളിടത്താണ്. ഇന്ന് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് രക്ഷിതാക്കൾ ഏറെ പറഞ്ഞത്. അപ്പം മദ്രസകൾ ഇത്തരം പുരോഗമനമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് മുന്നോട്ട് പോയ ഈ ദാറുസ്സലാം മാനേജ്മെന്റിനെയും അതിനെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, അതുപോലെ ഇത്തരം സ്ഥാപനങ്ങൾ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടൊക്കെ സഹായത്താൽ ഉന്നത നിലവാരമുള്ള മദ്രസയായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടു. ഇതിനൊക്കെ പിന്നിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച, നമുക്കറിയാം മദ്രസ തുടങ്ങിയ കാലങ്ങളിൽ MTയോടൊപ്പം തന്നെ അന്ന് ഇവിടെ മദ്രസയിൽ അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരുപാട് നമ്മൾ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പഠിപ്പിച്ച് ഒരുപാട് അതിൻ്റെ ഒരു വാഴക്കാട്ട് കാണുന്ന ഒരു ചിത്രവും അത് തന്നെയാണ്. നല്ല പരിവർത്തപ്പെടുത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഈ പള്ളിയും ഈ മദ്രസയും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ കാരുണ്യവാനോടൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നല്ലൊരു സമൂഹത്തെ, നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അത് ഈ മദ്രസയുടെ ഒക്കെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം ഇതിന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തക്കതായ ഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഈ ഉദ്ഘാടന കർമ്മം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബിസ്മില്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് എല്ലാ പരിപാടികൾക്കും ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സലാം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് റൂമിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ ഇതിന് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ബാക്കിയൊക്കെ എല്ലാവരും പറഞ്ഞണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാനമുള്ള വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കരിയ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഈ സദസ്സിലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു പ്രഭാതത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സാധാരണ സ്കൂളുകളിൽ നടക്കുന്ന പൊതുവിദ്യാലയങ്ങളിലും നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സാധാരണയായി നടന്നുവരുന്ന ഒരു പദ്ധതി നമ്മുടെ മദ്രസ തലങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നറിയുമ്പോൾ ഈ സമൂഹത്തിനും രക്ഷിതാക്കൾക്കുമൊക്കെ വല്ലാത്ത പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഈ പുതിയ കാലഘട്ടത്തിൻ്റെ
തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയൊരു സംവിധാനത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ഈ ഒരു സംവിധാനം ഇവിടെ സ്ഥാപിതമാവാൻ വേണ്ടി അതിന് സാമ്പത്തികമായിട്ടൊക്കെ സഹായം നൽകുകയും ചെയ്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു സുദീർഘമായ സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇവിടെ കുറേ ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. എങ്കിലും ഒരു പ്രഭാഷണം എന്നുള്ള അർത്ഥത്തിൽ ക്ഷണിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോവിഡാനന്തരം ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലൊക്കെ പ്രത്യേകമായി മാറ്റമുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ഒരു ചടങ്ങൊക്കെ സംഘടിപ്പിക്കുന്നത്. അധ്യാപകന്മാരായിരിക്കുന്ന ആളുകൾക്കറിയാം, നമ്മുടെയൊക്കെ ക്ലാസ്സിലേക്ക് നമ്മൾ ചെല്ലുന്ന സന്ദർഭത്തിൽ തന്നെ അധ്യാപകന്മാരെക്കാൾ കൂടുതൽ അപ്ഡേറ്റ് ആയിരിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ സംസാരത്തിൻ്റെ എല്ലാ മേഖലകളിൽ തന്നെ പ്രത്യേകിച്ച് IT ഓറിയൻറ്റഡ് ആയിരിക്കുന്ന ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ഒരു പാരൻറ്റും ഒരു കുട്ടിയും കൂടി ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ സന്ദർശിക്കാൻ പോയതാണ്. അപ്പോൾ സന്ദർശിക്കാൻ പോയപ്പം അവിടെ ഒരു 5-ാമത്തെയോ 6-ാമത്തോ നിലയിലേക്ക് അവർക്ക് കയറിപ്പോകണം. പെട്ടെന്ന് അവിടുത്തെ ലിഫ്റ്റ് കേടായി. അപ്പോൾ ലിഫ്റ്റ് കേടായപ്പം കോണി കയറേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ കോണി ഇങ്ങനെ കയറിപ്പോകുന്ന സമയത്ത് കുട്ടി അച്ഛനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിൽ 1-2 കോണി ഡിലീറ്റ് ആക്കിയാൽ മാത്രമേ എനിക്ക് ഇനി മുകളിലോട്ട് കയറാൻ കഴിയുള്ളൂ എന്നാണ്. അവിടെ ആ സംസാരത്തിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കോണി ഡിലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മുടെ മക്കളിൽ വന്നിരിക്കുന്ന, ഈ രംഗത്ത് വന്നിരിക്കുന്ന ഒരു വലിയ ചേഞ്ചാണ്. ഒരു ദിവസം ക്ലാസ്സിൽ ഞാനിങ്ങനെ പോയി കുട്ടികളുടെ നോട്ട് ഇങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, സാധാരണ നമ്മളെല്ലാവരും ഫോണിന് ലോക്കൊക്കെ വെക്കുമല്ലോ, അപ്പോൾ എൻ്റെ ഫോണിന് എന്തുണ്ട്, ഒരു ലോക്കുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സിലിരുന്ന് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്ത് ഒരു ഭാഗത്തേക്ക് ഒന്നിങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോഴേക്ക് തന്നെ എൻ്റെ ഫോണിൻ്റെ ലോക്ക് ഒഴിവാക്കിയിട്ട് എൻ്റെ ഗാലറിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കുട്ടികൾ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കി ക്ലാസ്സിൽ നിമിഷ നേരം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഗാലറിയിൽ പോയിട്ട് കുറച്ച് ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മൊബൈൽ അനുവാദമില്ലാത്ത രൂപത്തിലാണ് എടുത്തതെങ്കിൽ പോലും അത് എടുത്തിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുന്ന മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ മുമ്പിലേക്കാണ് അധ്യാപകന്മാരായിരിക്കും നമ്മൾക്ക്, വിദ്യാർത്ഥികളായിരിക്കും നമ്മൾക്ക്, അതല്ലെങ്കിൽ ഉപ്പമാരും ഉമ്മമാരുമായിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ചെന്ന് കയറാനുള്ളത്. ആ അർത്ഥത്തിൽ നമ്മളും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരർത്ഥത്തിലും നമ്മുടെ പുതിയ തലമുറക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി AI സാധ്യതയാണുള്ളത്. AI സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പം ആമസോണിൽ ഒരു പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരാൾ ആമസോണിൽ ഒരു പുസ്തകം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അയാൾ ആ പുസ്തകം അയാളുടെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയതല്ല. ChatGPT വഴിയിട്ട് അദ്ദേഹം ഒരു വിഷയം കൊടുക്കുകയും അങ്ങനെ ഒരു വലിയൊരു ലേഖനമായിട്ട് അദ്ദേഹം സമാഹരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹം ആമസോണിൽ ആ പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് അറിവിൻ്റെ മേഖലകളിലേക്ക് നമ്മളുടെ കുതിച്ചുചാട്ടം ചില അപകടങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ മെസ്സേജ് കൂടി നമുക്കത് നൽകുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ മദ്രസ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ രീതിശാസ്ത്രവും അടിയന്തരമായിട്ട് മാറേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ പാഠമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കുട്ടികളുടെ മുമ്പിൽ കൂടുതൽ നേരം നമുക്ക് വയല് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. മദ്രസ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കുട്ടികളുടെ ശ്രദ്ധ തെറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കറിയാം, നമുക്കൊരിക്കലും തന്നെ നമ്മുടെ വായ കൊണ്ട് സംസാരിച്ചുകൊണ്ട് ഒരു ആശയം കൈമാറാൻ വളരെയേറെ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ അധ്യാപക പരിശീലന കോഴ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ
നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ICTയുടെ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് റൂമിനെ സജീവമാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ എൻ്റെ മുമ്പിൽ അധ്യാപകന്മാരുണ്ട്, മദ്രസ അധ്യാപകന്മാരുണ്ട്, അതേപോലെ തന്നെ വിദ്യാർത്ഥികളുമുണ്ട്. ഇപ്പൊ സത്യസന്ധത എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാഠഭാഗം നമുക്ക് മദ്രസയിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് കാലം നമ്മുടെ അധ്യാപകന്മാർ പഠിപ്പിച്ചു തന്നിരുന്ന ഒരു ശീലമുണ്ട്, ഒരു ശൈലിയുണ്ട്. അത് സത്യസന്ധതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ടൊക്കെ നേരെ അങ്ങോട്ട് ഇറങ്ങി ആ പാഠമെടുത്ത് അതിലെ ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മളൊരു മാറ്റത്തെ സംബന്ധിച്ച് ആലോചിച്ച സന്ദർഭത്തിൽ അത് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ സത്യസന്ധതയെ സംബന്ധിച്ചുള്ള ഒരു പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ നമ്മൾ പ്രദർശിപ്പിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ച് ക്ലാസ് റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം എനിക്കൊക്കെ തോന്നുന്നു വളരെ എളുപ്പത്തിൽ നമ്മുടെ കുട്ടികളിലേക്ക് ഈ സംവിധാനം എത്തിക്കാൻ, നമ്മുടെ ഒരു ആശയം കൈമാറാൻ വളരെ എളുപ്പത്തിൽ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക്, പഠന രീതിയിലേക്ക് മാറാൻ അധ്യാപക സമൂഹം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, മാറിയ സാഹചര്യത്തെ സംബന്ധിച്ച് പാരൻസ് നല്ല ബോധവാന്മാരായിരിക്കണം, ടീച്ചേഴ്സും നല്ല ബോധവാന്മാരായിരിക്കണം, സമൂഹവും നല്ല ബോധവാന്മാരായിരിക്കണം. ഈ സമൂഹം ബോധവാന്മാരായതിന്റെ പ്രത്യേകതയാണ് ഇന്ന് നമുക്കിവിടെ ഒരു ഉദ്ഘാടനം നടന്നത്. അവർ മാറ്റത്തെ സംബന്ധിച്ച് ആലോചിച്ചു. ഇനി നമ്മുടെ അധ്യാപകന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പാഠഭാഗങ്ങൾ എടുക്കുന്ന വിഷയത്തിൽ, ഒരു വിഷയം കുട്ടികളിലേക്ക് കൈമാറുന്ന വിഷയത്തിൽ ആ പാഠഭാഗത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരറിവിനപ്പുറം മറ്റ് ചില അറിവുകൾ കൂടി ശേഖരിച്ച് നമുക്ക് അധ്യാപകൻ എപ്പോഴും അവൻ്റെ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ട് ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവൻ്റെ അധ്യാപന രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും കുട്ടികൾ അത് എളുപ്പം സ്വീകരിക്കുകയും ചെയ്യുന്നത്. പാഠഭാഗങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ, എന്താണോ പഠന ലക്ഷ്യം എന്ന് മനസ്സിലാക്കാത്ത രൂപത്തിൽ അധ്യാപക സമൂഹം വിദ്യാർത്ഥികളിലേക്ക് ഒരു ആശയം കൈമാറുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മദ്രസ അധ്യാപക ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അവൻ പാഠപുസ്തകം എടുത്ത് നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ആ ക്ലാസ്സിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ കുറെ നൂലിന്റെ ചിത്രമാണുള്ളത്. നൂലിങ്ങനെ കെട്ടിവെച്ച്, അതിന് അറബിയിൽ ശരിക്കും ഹൈത്തുൻ എന്നാ പറയാ, നൂല്. അതിങ്ങനെ കെട്ടിവെച്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ അധ്യാപകന് പെട്ടെന്ന് തോന്നി അതൊരു പട്ടമാണെന്ന് തോന്നി. എന്നിട്ട് അധ്യാപകൻ അതിന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അർത്ഥം ഹൈത്തുൻ, പട്ടം എന്നാണ് അതിന് അർത്ഥം പറഞ്ഞു കൊടുത്തത്. കാരണം വെച്ചാൽ പ്രത്യക്ഷത്തിൽ അത് കാണുമ്പം ഒരു പട്ടം കെട്ടി അതിൽ പറപ്പിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു രൂപം തോന്നിയത് കൊണ്ടാണ് ആ കുട്ടി, അധ്യാപകൻ ആ ക്ലാസ്സിലേക്ക് നേരത്തെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയിട്ട് ആ കുട്ടിയുമായി സംവദിച്ചപ്പോൾ, ക്ലാസ് റൂമുമായി സംവദിച്ചപ്പം ഉണ്ടായിരിക്കുന്ന ഒരു അബദ്ധമാണ്. അപ്പൊ ആ അർത്ഥത്തിലേക്ക് പോവാതെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഒരുങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ എടുക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പോൾ ഈ ഗവൺമെന്റ് ഈ പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഇപ്പോൾ ഈ പുതിയ ജൂൺ മാസം തുടങ്ങിയ ഉടനെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ നിർദ്ദേശം എന്താ വെച്ചാൽ, ഒരു പാരൻസ് മീറ്റിംഗ് വിളിച്ചു ചേർക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ പാരൻസ് മീറ്റിങ്ങിൻ്റെ സംസാരിക്കേണ്ട മൊഡ്യൂൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ പാരന്റ് കൂടിയും ഇവിടെ പഠിപ്പിക്കുന്ന വിഷയത്തെപ്പറ്റി ധാരണയുണ്ടാകിയെങ്കിൽ മാത്രമേ കുട്ടികൾ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്നതിനെപ്പറ്റി നമ്മുടെ രക്ഷിതാക്കൾ കൃത്യമായ ഒരു ബോധ്യമുണ്ട് എങ്കിൽ അത് ഇവിടുന്ന് എടുത്തു കൊടുക്കുന്ന വിഷയങ്ങൾ അധ്യാപകന്മാർക്ക് സുഖാണ്, കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുകയും ചെയ്യും. ആ അർത്ഥത്തിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ കുറച്ചുകൂടി ഉയരേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് വേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല പിന്തുണ കൊടുക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ എപ്പോഴും പരമാവധി സമയം നമുക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ 2003, 2004 എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് എന്നോട് മറന്നുപോയി. ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് നീറ്റ് എക്സാമിൽ, അന്ന് നീറ്റല്ല എക്സാമിൽ 1ാം റാങ്ക് കിട്ടിയിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് പത്രപ്രവർത്തകന്മാർ വരുന്നുണ്ട്. ആ പത്രപ്രവർത്തകന്മാർ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ മകൻ്റെ ഈ റിസൾട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? സാധാരണ അങ്ങനെ ചോദിക്കാറുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആർക്കാണ്? അതിന് ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി, ഞാൻ എൻ്റെ ഈ റിസൾട്ട് ഞാൻ അമ്മക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, എൻ്റെ അമ്മക്ക് ഞാൻ കൊടുക്കുകയാണ്.
അപ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ അത് അമ്മക്ക് കൊടുക്കുകയാണെന്ന് പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മുടെ പേരൻസിന് വലിയൊരു മാതൃക ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 11 മണിക്ക് ശേഷം എൻ്റെ അടുത്ത് അമ്മയൊന്ന് വരും, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വായനയെ സംബന്ധിച്ച് ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം അമ്മ കുറച്ച് കട്ടൻ ചായ ഒക്കെ തന്നിട്ട് എനിക്ക് ഒരു മുത്തം തന്നിട്ട് എനിക്കൊരു ഉമ്മ തന്നിട്ട് അമ്മ തിരിച്ചു പോകും. ഡെയിലി ഇതാണ്. ഒരു 11-12 മണിയാകുമ്പോൾ എൻ്റെ അടുക്കൽ വരും, വായന എവിടെ എത്തിയെന്ന് ചോദിക്കും, എനിക്ക് കുറച്ച് വെള്ളമൊക്കെ തരും, എന്നിട്ട് എനിക്കൊരു മുത്തം തന്നിട്ട് തിരിച്ചു പോകും. എൻ്റെ ഈ ഉമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ ഈ അമ്മയുടെ ഈ വിഷയത്തിൽ എനിക്ക് നൽകുന്ന പിന്തുണ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു മദ്രസയിലേക്ക് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച രൂപത്തിൽ കുറഞ്ഞ സമയം മാത്രം നമുക്ക് കിട്ടുക. അപ്പോഴേക്ക് നമ്മുടെ സ്വാഭാവികമായിട്ട് വണ്ടി താഴെ വന്ന് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളോ ഇവിടുത്തെ ദിക്റുകളോ ഖുർആൻ പാരായണമൊന്നും ഒരു പൂർണ്ണാർത്ഥത്തിലല്ലാത്ത രൂപത്തിലാണ് കുട്ടി അത് ഉൾക്കൊള്ളുന്നത്. അതിൻ്റെ ഒരു പൂർത്തീകരണം നമ്മുടെ വീടുകളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധി മദ്രസ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ആ അർത്ഥത്തിൽ ഒരു സമ്പൂർണമായ പിന്തുണ നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മക്കളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, കുറേ അറിവുകൾ ഇങ്ങനെ പകർന്നു കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതവുമായിട്ട് ഈ അറിവിന് എന്ത് ബന്ധമുണ്ട് എന്നുള്ളതാണ് പുതിയ തലമുറ നോക്കുന്നത്. ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ 5 മിനിറ്റോട് അവസാനിപ്പിക്കാം. വിവാഹം വേണ്ട എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്, പെൺകുട്ടികളുടെ എണ്ണം കൂടി വരിക എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓൺലൈൻ നിക്കാഹിൻ്റെ ഒരു വെബ്സൈറ്റിൽ ആണുങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് 90 പേര് പുരുഷന്മാരെ അപേക്ഷിച്ചപ്പം 30 പെൺകുട്ടികൾ മാത്രമാണ് അപേക്ഷിച്ചത്. ഒരു പുതിയ ഒരു പഠനമാണ്. അപ്പോൾ ആ പഠനത്തിൻ്റെ താഴെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടികൾ ഇത് പൊതുവെ വിവാഹത്തോട് താല്പര്യമില്ലാതിരിക്കാൻ ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത്, ഇവർക്ക് ഒരു നല്ല ദാമ്പത്യ ബന്ധം ജീവിതം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വീടുകളിൽ വെച്ച് കാണാൻ കഴിയുന്നില്ല, നാട്ടിൽ വെച്ച് കാണാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിലാകി പോകുമ്പോൾ എൻ്റെ ജീവിതം എന്ന് ആലോചിക്കുന്നവരാണ് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ കൂടുതലുള്ളത് എന്ന് പറയപ്പെടുന്നു. അള്ളാഹു ആലോ. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, അത്രമാത്രം മാതൃകയുള്ളവരായിട്ട് നമുക്ക് മാറിയിട്ടില്ലെങ്കിൽ ഈ മക്കളിൽ നമുക്കൊരു പുരോഗതി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു ഉദാഹരണം പറയാം. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഓതണം എന്നുള്ളത് ഉസ്താദ് ഇവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് ഓതിയിട്ടേ പിറ്റേന്ന് വരാൻ പാടുള്ളൂ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു കാരണവശാലും ആ കുട്ടി ഓതൂല. പക്ഷെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി ഓതും. ആ ഓത്തേതെന്നറിയാമോ, എൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യോ, അല്ലെങ്കിൽ ആ കുട്ടിൻ്റെ അനിയനോ ഏട്ടനോ കാക്കയോ ഒത്താത്തയോ ഖുർആൻ പാരായണം ചെയ്യുന്ന ഈ കുട്ടി കാണുകയോ കൂടെ ഇരുന്നു കൊണ്ട് ഓതുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ലാതെ ആ കുട്ടിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഒരു അർഫ് ഓതിക്കഴിഞ്ഞാൽ ഒരു കൂലിയുണ്ട്, അത് 10 ആകും 100 ആകും എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കും. പക്ഷെ അത് കുട്ടിൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ മാതൃകകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. കുറച്ച് മാതൃകകൾ നമ്മൾ ഉണ്ടാവണം. അത് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും മാതൃകയുണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ മക്കളിൽ വലിയ മാറ്റം ഉണ്ടാക്കുക എന്ന് സൂചിപ്പിക്കുകയാണ്. പുരുഷന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാണെന്ന് വെച്ചാൽ, ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേരൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലേഡീസാണ് മീറ്റിങ്ങിനൊക്കെ സാധാരണ വരാറുള്ളത്. ആണുങ്ങൾ സാധാരണ തീരെ വരാറില്ല. അങ്ങനെ സ്കൂളിലേക്ക് ഒരു പാരന്റ് കിതച്ചിങ്ങനെ വരിക. കിതച്ച് വരുന്നവിടെ HM ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്ര വെപ്രാളപ്പെട്ട് വരുന്നു ചോദിച്ചപ്പോൾ, എൻ്റെ മകൻ മുബാറക്കിനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മുബാറക്കിനെ വിളിച്ചു തരാമല്ലോ, നിങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഒരു വലിയ സ്കൂളാണ്. അപ്പോൾ ആ മുബാറക്കിനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പം ആ പാരന്റിനോട് HM ചോദിക്കുന്നുണ്ട്, മുബാറക്ക് ഏത് ക്ലാസ്സിലാണ്? അപ്പോൾ മുബാറക്കിൻ്റെ ക്ലാസ് പറഞ്ഞു, 8ാം ക്ലാസ്സിലാണ് മുബാറക്ക് പഠിക്കുന്നത്. ഏത് ഡിവിഷനിലാണെന്ന് ചോദിച്ചപ്പം ബാപ്പാക്ക് അത് അറിയില്ല. ഏത് ഡിവിഷനിലാണെന്ന് ബാപ്പാക്ക് അറിയില്ല. അന്ന് പറഞ്ഞാൽ A to BCDEFGHI വരെയുള്ള ഒരു ഡിവിഷനാണ്. അപ്പോൾ അവിടെയാണ് പേരന്റ് പറയുന്നത്, എനിക്ക് ഡിവിഷൻ അറിയില്ല. ഇതിൽ അവസാനം ഞാൻ 5 മുബാറക്കുമാരുണ്ട് 8ാം ക്ലാസ്സിൽ, ഞാൻ ആരെ വിളിക്കുമെന്ന് ചോദിച്ചപ്പം ആ ബാപ്പ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, കുറച്ച് മെലിഞ്ഞ് നീണ്ട് കറുത്തൊരു കുട്ടിയാണെന്നാണ് പറഞ്ഞത്. ആ ഡിവിഷൻ പറഞ്ഞു കൊടുക്കാൻ പേരന്റിന് കഴിഞ്ഞില്ല. ഇതൊരു വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ, ഈ സാധാരണ സ്ത്രീകൾ അത് ഏൽപ്പിച്ച് നമ്മൾ പിരിയലാണ്. 2 കൂട്ടരൂടി ഈ മക്കളുടെ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും വെച്ച് പുലർത്തിയിട്ടില്ലെങ്കിൽ ഈ മക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം നഷ്ടപ്പെട്ടു പോകും. ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് കൂടി. ആ 2 മിനിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അറിവിനെ സംബന്ധിച്ച് മതപരമായിരിക്കുന്ന ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, അത് ഉപകാരപ്രദമായിരിക്കുന്ന അറിവായിരിക്കണം എന്നാണ്. കുറേ പഠിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ കർമ്മശാസ്ത്രം ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ നല്ല സ്ലൈഡൊക്കെ കാണിച്ചുകൊണ്ട് ഫിഖ് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് നമസ്കാരത്തിൻ്റെ രൂപം
കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മുടെ ഈ IT ക്ലാസ് ICT ഉപയോഗിക്കുമ്പോൾ. നമ്മൾ നിസ്കാരത്തിൻ്റെ രൂപ കൈ കെട്ടുന്നത് സുജൂദിലേക്ക് എങ്ങനെ പോകുന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് കൃത്യമായിട്ട് ക്ലാസ് കാണിച്ചു കൊടുത്ത ഒരു കുട്ടി, ആ കുട്ടി അത് മനസ്സിലാക്കി അതിൻ്റെ രൂപമൊക്കെ കൃത്യമായിട്ട് എഴുതി, നന്നായിട്ട് എഴുതിയിട്ട് അവൻ്റെ കർമ്മശാസ്ത്രത്തിലുള്ള മാർക്ക് 50-ൽ 50 മാർക്കാണ്. ഞാനൊരു അനുഭവം പറയാം. ഒരു കുട്ടിക്ക് 50-ൽ 50 മാർക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്ത പള്ളിയിലൂടെ അസർ ബാങ്ക് കൊടുക്കുമ്പം ആ കുട്ടി നടന്ന് പോവുകയാണ്, അവൻ ബേറ്റെടുത്ത് പോവുകയാണ്. അവൻ ഈ സമയത്ത് ഈ പള്ളിയിലേക്ക് കയറി വന്ന് നമസ്കരിക്കാനുള്ള ഒരു മൂഡില്ല. പക്ഷെ അവൻ്റെ മാർക്ക് 50-ൽ 50 ആണ്. ഇതിന് ഉപകാരപ്രദമായ അറിവ് എന്ന് പറയില്ല. ഈ ഉപകാരപ്രദമായ അറിവിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ ഒരു പ്രാർത്ഥന നടത്താൻ പറഞ്ഞത്, അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി ഫൻഫഉനി മാ അല്ലംതനി. അല്ലാഹുവേ, ഉപകാരപ്രദമായത് എനിക്ക് പഠിപ്പിച്ചു തരണതേ, പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവണേ എന്ന് പറയാനുള്ള കാരണത. ഈ ലോകത്ത് നിന്ന് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം അവശേഷിക്കും, 3 കാര്യങ്ങൾ ഒഴികെ. അതിലും പറഞ്ഞത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. വെറും അറിവ് എന്നല്ല, ഉപകാരപ്രദമായ അറിവ്. ആ അറിവിലേക്ക് തിരിച്ചു നടത്താൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. അതിന് ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു പഠനാന്തരീക്ഷം ഉണ്ടാക്കാൻ അധ്യാപകർക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾ കഴിയുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി വജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഡയറ്റിൻ്റെ പ്രസിഡന്റ്, മാനേജിംഗ് ട്രസ്റ്റി, നമ്മുടെ വാർഡ് മെമ്പർമാർ, ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ടുള്ള കുറവങ്ങാടൻ മറിയം സാഹിബ, മറ്റു വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ 70-ാം വാർഷികം, ദാറുസ്സലാം മദ്രസയുടെ 70-ാം വാർഷികം കഴിഞ്ഞ വർഷം ജനുവരി 14-ാം തീയതി എല്ലാവരുടെയും നസീമമായ സഹായ സഹകരണം കൊണ്ട് വളരെ നല്ല രൂപത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഈ വാർഷികം നടത്താൻ നമുക്ക് പ്രചോദനം ഉണ്ടായിട്ടുള്ളത് ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ബഹുമാനായിട്ടുള്ള നമ്മുടെ ഒരു സഹോദരൻ അതിൻ്റെ ഫോട്ടോ നമ്മുടെ ഈ വാർഷികത്തിൻ്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ചേർന്ന യോഗത്തിൽ പറഞ്ഞ ഒരു അഭിപ്രായമായിരുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വാർഷികവും സംഘടിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു അഭിപ്രായം മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും തുടർന്ന് എല്ലാ ആളുകളുടെയും സഹകരണം കൊണ്ട് നമ്മൾ ഗംഭീരമായി ഒരു വാർഷികം നടത്തുക എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ആ വാർഷികത്തിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ പരസ്പരം പരിചയപ്പെടുക, മദ്രസൻ്റെ ചരിത്രം പുതിയ തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ മദ്രസയുടെ ക്ലാസ് റൂമുകളൊക്കെ ഹൈടെക് രൂപത്തിൽ മാറ്റുക. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഈ ഒരു വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, അതിനുവേണ്ടി സഹകരിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദിയും പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഈ വാർഷികം എന്ന് പറയുമ്പോൾ കുറേ ആളുകളൊക്കെ ആ വാർഷികത്തിൽ പങ്കെടുത്ത ആളുകളുണ്ടാവും, കുറേ ആളുകൾ അത് കാണാത്ത ആളുകളുണ്ടാവും. ഈ പങ്കെടുത്ത ആളുകൾക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും പങ്കെടുക്കാത്ത ആളുകൾക്ക് അതൊന്ന് കാണാനുമുള്ള ഒരു റിവ്യൂ, ആ പ്രോഗ്രാമിൻ്റെ 70-ാം വാർഷികത്തിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് പങ്കെടുത്ത ആളുകൾക്ക് ഓർമ്മിക്കാനും വേണ്ടിയാണ്. പ്ലീസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വാർഷികത്തിൻ്റെ ഒരു ഹൈലൈറ്റ്സ്. അൽഹംദുലില്ലാ, എല്ലാ ആളുകളും ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് അന്ന് നമുക്ക് മൊത്തം ലഭിച്ച ഓഫർ 15,19,221 രൂപ നമുക്ക് വാർഷികത്തിൻ്റെ മൊത്തത്തിൽ ഓഫർ വന്നിരുന്നു. വാർഷികത്തിന് നമുക്കന്ന് ചിലവായത് 3,85,238 രൂപയാണ്. ബാക്കി ഓഫർ അടക്കം 11,33,983 രൂപയാണ്.
ഇത് സ്മാർട്ട് ക്ലാസ് റൂമും സ്പോൺസർഷിപ്പ് അടക്കമാണ്. നമ്മുടെ കയ്യിൽ ഓഫർ അടക്കം ബാക്കിയുള്ള തുക 11,33,983 രൂപ. അതിൽ നമ്മൾ ഈ വാർഷികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രഖ്യാപിച്ച സമയത്ത് 1-2 സ്മാർട്ട് ക്ലാസ് റൂം ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാ ആളുകളുടെ നിസ്സീമമായ സഹകരണം കൊണ്ട് നമുക്ക് വലിയൊരു തുക സംഭാവന ലഭിച്ചതുകൊണ്ട് നമുക്ക് ഇപ്പം 6 ക്ലാസ് റൂമും ഒരു ഓഫീസ് റൂമും നമുക്ക് വളരെ വൃത്തിയായിട്ട് നമുക്കതിൻ്റെ പണികൾ നവീകരണ പ്രവർത്തനം നടത്താൻ സാധിച്ചു. അതിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ പരിപൂർണമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ബാക്കി 5 ക്ലാസ് റൂമുകളും ഒരു ഓഫീസ് റൂമുകളും വളരെ വൃത്തിയാക്കിയിട്ട് ഒരു സെമി സ്മാർട്ട് ക്ലാസ് റൂമാക്കി പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് ഈ 11,33,938 രൂപ ഓഫർ അടക്കം ബാക്കിയുള്ള ഉണ്ടായിരുന്നു നമ്മൾ ഈ സമ്മേളനം കഴിഞ്ഞപ്പോൾ, വാർഷികം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്കിതിൻ്റെ ഇതുവരെയുള്ള, അതായത് 6/6/2024 വരെയുള്ള അതിൻ്റെ നവീകരണ പ്രവർത്തനത്തിൽ നമ്മൾ മൊത്തം 7,51,164 രൂപ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞു. സ്മാർട്ട് മോഡ് ക്ലാസ്സും ക്ലാസ് റൂമിൻ്റെ നവീകരണ പ്രവർത്തനം മൊത്തത്തിൽ 7,51,164 രൂപ നമ്മൾ ചെലവഴിച്ചു. ഇനി നമുക്ക് കുറച്ച് ക്യാഷ് നമുക്ക് ഒരു 3,28,500 രൂപ നമുക്ക് ക്യാഷ് പല ഓഫർ ചെയ്ത ക്യാഷ് കിട്ടാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഫോളോ അപ്പ് ചെയ്ത് വാങ്ങിയിട്ട് പണി തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കയ്യിൽ ക്യാഷ് ബാക്കി 54,319 രൂപ ഇപ്പം ക്യാഷ് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കിട്ടാനുള്ള തുക കിട്ടിയാൽ നമുക്ക് 8 ക്ലാസ് റൂമും നമുക്ക് വളരെ നല്ല വൃത്തിയുള്ള ഒരു സെമി സ്മാർട്ട് റൂം ക്ലാസ്സുകളും 2 ഫുള്ളി സ്മാർട്ട് ക്ലാസ് റൂം നമുക്ക് ആക്കാൻ സാധിക്കും. സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദിയും അർഹമായ പ്രതിഫലം നാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പല ആളുകൾ ഈ നമ്മളോടൊപ്പം വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. ചില ആളുകൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ CMA റഹ്മാൻ ഈ വാർഷികത്തിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം ഇവിടെ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുഞ്ഞാൻകയുടെ പ്രഭാഷണത്തിൽ ആ കാര്യങ്ങൾ സൂചിപ്പിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദാറുസ്സലാമിൻ്റെ തുടർന്നുള്ള എല്ലാ പരിപാടികളിലും പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നമ്മുടെ ഈ കൂടിച്ചേരലും ഈ പ്രവർത്തനങ്ങളും ഈ മദ്രസയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും സമയവും ശാരീരികമായിട്ടുള്ള എഫോർട്സും എല്ലാം അള്ളാഹു സ്വാലിഹായ കർമ്മങ്ങളായി നമ്മൾ സ്വീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഹമീദ്, ഏറെ പ്രിയങ്കരിയായിട്ടുള്ള മറിയം താത്ത, ഞാനൊക്കെ അവിടെ ഒരു പാട് ഞങ്ങൾ അബ്ദുറഹ്മാൻ്റെ ഒപ്പം ചെന്നപ്പോൾ ചൂടുള്ള ഓട്ടടിയും ചൂടുള്ള മാംസവും ഭക്ഷണമൊക്കെ കഴിക്കൽ തിരുവമ്പാടി വരെ പോയത് ഞാൻ ഇവിടെ നിന്ന് ഓർക്കുക. മറ്റു വേദിയിലെ പ്രമുഖരെ, പ്രശസ്തരെ ഞാൻ എന്തെങ്കിലും ദീർഘമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, സഹോദരിയുടെ ഇളയച്ചൻ്റെ കുട്ടിയുടെ ഒരു നിക്കാഹ് തിരട്ടമ്മൽ സാഗർ ഹോട്ടലിൽ വെച്ച് നടക്കാറുണ്ട്. അതിൽ കുടുംബസമേതം പങ്കെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നാടിന് അഭിമാനം നൽകിക്കൊണ്ട് ET മുഹമ്മദ് ബഷീർ സാഹിബ് വിജയിച്ചു. അദ്ദേഹം നന്ദി പറയുന്ന തുടക്കം വെളയിൽ ഇനി അവിടെ പോയിട്ട് വരികയാണ്. ഏതായിരുന്നാലും ഈ ദാറുസ്സലാം മദ്രസയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ ഇരുളടഞ്ഞ മത സാംസ്കാരിക രംഗത്ത് വാഴക്കാടിൻ്റെ പ്രകാശം ചൊരിഞ്ഞൊരു സ്ഥാപനമാണ് ഈ ദാറുസ്സലാം മദ്രസ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജബ്ബാർ ഉസ്താദിനെ കുറിച്ച് അന്നും മരണം വരെയും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശവും ചിരിയും അദ്ദേഹത്തിൻ്റെ ആ മുഖവും ഒരു കാലത്തും കാലം എത്ര ചെന്നാലും മറക്കാൻ കഴിയാത്തതാണ്. ഈ സ്ഥാപനത്തിൽ യശസ് ഉയർത്തുന്നതിൽ വാർഷിക പരിപാടികളും നടത്തുമ്പോൾ ആ മദ്രസ വാർഷികത്തെ വിമർശിച്ച മതപണ്ഡിതന്മാർ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നിട്ട് പോലും MT അബ്ദുറഹ്മാൻ മൗലവിയുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ മദ്രസ വാർഷിക പരിപാടികൾ നടത്തി ധാരാളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മതവിജ്ഞാനം നൽകി ആ നൽകത്ത് ഇരുട്ട് മാറ്റി പ്രകാശം മാറ്റിയ ഒരു സ്ഥാപനമാണ് ദാറുസ്സലാം മദ്രസ. അതിൻ്റെ ക്ലാസ് രൂപീകരണത്തിലാണ് സ്മാർട്ട് ക്ലാസ് റൂം
ഇവർ ഇവിടെ ഔപചാരികം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്നറിയാൻ സാധിച്ചത്. ഏതായിരുന്നാലും ചേന്നല്ലൂരാണ്, ഒരു ഗ്രൗണ്ടിൻ്റെ വക്കത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. നമ്മളവിടെ പോവാറുണ്ട്. മറ്റ് പിരിവിനും അവരെ ആശ്രയിച്ച്, ആ കുടുംബത്തെ ആശ്രയിച്ച് നമ്മളവിടെ ചെല്ലാറുണ്ട്. ചെല്ലുമ്പോൾ ചോദിക്കും എന്താ നിങ്ങൾ വന്നത്. ആദ്യം തന്നെ ഒരു ചായയും വെള്ളം കുടിച്ചാകുന്ന നമ്മുടെ നാട്ടിൽ ഇത്രയേറെ സഹായിക്കുന്ന ഒരു മനസ്സ്, വളരെ ചേന്നമല്ലൂരാണെങ്കിലും അവിടെയാണെങ്കിലും ഇവിടെ സഹായിക്കുന്ന, സഹായഹസ്തം നൽകുന്ന, ആളുകളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, ആ ജബ്ബാർ മൗലവിയെയും മൊരത്താത്ത അടക്കമുള്ള കുടുംബത്തെ ഞാൻ ഈ നാടിനു വേണ്ടി അഭിനന്ദിക്കുന്നു. ഈ മദ്രസ വളർച്ചയിലും പുരോഗതിയിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഒരുപാട് ആളുകൾ, കുട്ടികൾ ഇവിടെ പഴയ കാലത്ത് അവരുടെ കലാപരിപാടികൾ പ്രദർശിപ്പിച്ചെടുത്തതും തുടക്കം കുറിച്ചതുമൊക്കെ ഈ മദ്രസയിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പോലെ പിളർപ്പ് പല രംഗത്തുണ്ട്. കോൺഗ്രസും ലീഗും മാർക്സിസ്റ്റും ഒക്കെ ഉണ്ട്, ആട്ടുംകൊട്ടുണ്ട്. പിണറായി വിജയൻ പോലും ഇപ്പോൾ പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് കോൺഗ്രസും ലീഗും പറയുന്നുണ്ട്. പക്ഷേ മതരംഗത്ത് ധാർമ്മികത മൂല്യം തകരാതെ, തളർത്താതെ സൂക്ഷിച്ച് ഐക്യത്തോടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. രാജ്യം അപകടത്തിലാണ്. മദ്രസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും. ഭീകരവാദികളെ വളർത്തുന്ന മദ്രസ അടച്ചുപൂട്ടും. ഞാൻ ഉറപ്പു തരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, സന്താന നിയന്ത്രണം ഏർപ്പെടുത്തും, വിവരമില്ലാത്ത മുസ്ലിങ്ങളെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിലുള്ള പ്രധാനമന്ത്രിയാണ് രാജ്യത്തുള്ളത്. ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ട് അയോധ്യയിൽ പോലും തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നാലോചിക്കണം. അവിടെയാണ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച മതമൂല്യങ്ങൾ തളരാതെ ഈ വിശ്വാസ പ്രമാണം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ അവസരം ഈ രാജ്യത്ത് നമുക്ക് വേണം, സംസ്ഥാനത്ത് വേണം. അതിനൊറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഈ മദ്രസ പുരോഗതിയിൽ സർവ വിജയം നേരുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ VPA ഹമീദക്ക, അതുപോലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യാതിഥി കുറുങ്ങാടൻ മറിയം സാഹിബ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, നമ്മുടെ മദ്രസയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മളുടെ ആലോചനയിൽ വന്ന ഒരു കാര്യം ആയിരുന്നു ദാറുസ്സലാം മദ്രസ ഒരു ഹൈടെക് മദ്രസയാക്കി മാറ്റുക എന്നുള്ളത്. കാലത്തോടൊപ്പം നമ്മൾ സഞ്ചരിച്ച് പുതിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് നമ്മുടെ കുട്ടികളെയും നല്ലൊരു മദ്രസാ വിദ്യാഭ്യാസത്തിലേക്ക് എടുത്ത് അവരെ മുന്നിലേക്ക് ധാർമ്മിക ബോധമുള്ള നല്ലൊരു മക്കളാക്കി വളർത്താൻ നമുക്ക് അൽഹംദുലില്ലാ ഒരുപാട് ആളുകളുടെ പ്രയത്നം മൂലം നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ ഈ സൗകര്യങ്ങൾ നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴേ ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിലേക്ക് ഇത് എത്തുകയുള്ളൂ. അതിനുള്ള പരിശ്രമത്തിൽ അധ്യാപകരോടൊപ്പം, മാനേജ്മെൻറ്റിനൊപ്പം നിങ്ങൾ രക്ഷിതാക്കളും ഉണ്ടായിരിക്കണം. അതുപോലെ അത് നമ്മുടെ തുടർന്ന് മദ്രസയുടെ എല്ലാ പുരോഗതിക്കും ഉപദേശ നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാഴക്കാട് ദാറുസ്സലാം മദ്രസ അതിൻ്റെ വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാട്ടിലെമ്പാടുമുള്ള ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പോലെ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മദ്രസയിലെ പഠനവും അധ്യാപനവും ഏറ്റവും മികച്ചതാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചുള്ളത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനത്തിൽ വരുത്തുമ്പോൾ അതിനേറ്റവും കൂടുതലായി വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നാണ്. ആ അടിസ്ഥാന സൗകര്യം നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ നമുക്കിവിടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇത്തരം മാറ്റങ്ങൾ വരുത്താതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാലത്തിനൊപ്പം മാറാനും
ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാനും നമുക്ക് സാധിക്കണം. ഇത്തരം മാറ്റങ്ങൾ നാം ഏർപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ പഠനം ഏറ്റവും ആകർഷകമാക്കാൻ വേണ്ടിയാണ്. ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്ന പോലെ കുട്ടികൾ ഈ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കപ്പെടണം. അതിന് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പഴയകാലത്തെ പോലെ ഒടിഞ്ഞ ബെഞ്ചും മേശയും കസേരയുമായി ഇരുന്നാൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹൈസ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ ഏറ്റവും വർണ്ണമനോഹരമായ കെട്ടിടങ്ങളും ഏറ്റവും വലിയ സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു. മതസ്ഥാപനങ്ങൾക്ക് മാത്രമായി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി കഴിയില്ല. മതസ്ഥാപനങ്ങളിലേക്കും കുട്ടികൾ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയേ പറ്റും. മറ്റൊന്ന്, നമ്മൾ പഠനം ആനന്ദകരമാക്കി മാറ്റുകയാണ്. വിരസമായ ക്ലാസ് മുറികൾ ഒരിക്കലും കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. അധ്യാപകർക്കും അത് അരോചകം തന്നെയാണ്. അപ്പോൾ അവിടെ പഠനം ആനന്ദകരമാക്കി മാറ്റണമെങ്കിൽ, അധ്യാപനം രസകരമാക്കി മാറ്റണമെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തിയാലേ സാധിക്കുള്ളൂ. അതുപോലെ പഠനം അയത്തലളിതമാക്കി മാറ്റാൻ കഴിയും, ആയാസരഹിതമാക്കി മാറ്റാൻ കഴിയും. ഈ തരത്തിലുള്ള ഒരുപാട് താല്പര്യങ്ങൾ ഇതിൽ പിന്നിലുണ്ട്. അത്തരം താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ പുതിയ കാലത്ത് നമുക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് മതപഠനത്തിന് നമുക്ക് ലഭിക്കുന്ന സമയം വളരെ കുറച്ചാണ്. അതാരും കുറ്റപ്പെടുത്തിയ കാര്യമില്ല. രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ സ്കൂൾ സമയം. രാവിലെ കിട്ടുന്ന 2-3 മണിക്കൂറാണ്. അതിൽ പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് മദ്രസയിലേക്ക് വന്ന് ഈ പഠന കാര്യങ്ങൾ പൂർണ്ണമായ തോതിൽ നമുക്ക് നേടാൻ വേണ്ടി കഴിയില്ല. അപ്പം ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ കഴിയും. ഓൺലൈൻ വിദ്യാഭ്യാസ സൗകര്യം നമ്മുടെ കോവിഡ് കാലത്താണ് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത്. 2 വർഷക്കാലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ ഇട്ട കാലത്ത് അതിൻ്റെ വിഷമമറിയാതെ ആ കുട്ടികളെ പഠന കാര്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിച്ചത് ആ കോവിഡ് കാലത്ത് നാം ഏർപ്പെടുത്തിയുള്ള ഇത്തരം ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ആ സമ്പ്രദായം നമുക്ക് ഇവിടെ പരീക്ഷിക്കാവുന്നതാണ്. അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയും. ആ തരത്തിൽ പുതിയ ഈ സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയണം. അതിന് സ്ഥായിയായ സ്ഥിരമായ സംവിധാനങ്ങൾ നമുക്കിവിടെ ഏർപ്പെടുത്താൻ വേണ്ടി കഴിയണം. അതോടൊപ്പം പഠിക്കുന്ന കാര്യങ്ങൾ അത് രസകരമാക്കി മാറ്റാൻ കഴിയണം. ഇപ്പം നേരത്തെ ഇവിടെ പരിപാടിക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ ഖിറാഅത്തായിരുന്നു. ആയത്തുൽ കുർസി എന്ന് പറയുന്ന നമ്മുടെ ഖുർആനിലെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് കുട്ടികളോടെ ഓതി കേൾപ്പിച്ചത്. പക്ഷേ ആ ഖിറാഅത്ത് അത്ര നമ്മൾ ശ്രവണസുന്ദരമായി നമുക്ക് തോന്നിയിട്ടില്ല. എന്നാൽ പുതിയ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിൽ വരുന്ന ഖിറാഅത്തുകൾ, ഖുർആൻ പാരായണം നമ്മൾ കേൾക്കേണ്ടതാണ്. വിവിധ രാജ്യങ്ങളിലെ വിവിധ തരത്തിലുള്ള ആളുകൾ വ്യത്യസ്തമായ രീതിയിലാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. അതിന് കണ്ടന്റിൽ മാറ്റമില്ല, ഉള്ളടക്കത്തിൽ മാറ്റമില്ല, വാചകങ്ങളിൽ മാറ്റമില്ല, അക്ഷരങ്ങളിൽ മാറ്റമില്ല. പക്ഷേ അതിൻ്റെ പാരായണ രീതിയിൽ മാറ്റമുണ്ട്. ഏറ്റവും നല്ല സംഗീതം ആണ് ഖുർആൻ എന്ന് പറയുന്നത്. ഒരു നല്ല പാട്ട് കച്ചേരി കേൾക്കുന്നതിനേക്കാൾ നന്നായി നമുക്ക് നല്ല ഖുർആൻ പാരായണം കേട്ടിരിക്കാൻ വേണ്ടി കഴിയും. പാത്രത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കണം. നമ്മുടെ മദ്രസകളിൽ ദൗർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല. പഴയ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഖുർആൻ പാരായണം നടക്കുന്നത്. കുട്ടികൾക്ക് അത് ആകർഷകമാണെങ്കിലും രക്ഷിതാക്കൾക്ക് അത് കൂടുതൽ ആസ്വാദികരമാണെങ്കിലും ആ തരത്തിൽ ഖുർആൻ പാരായണം മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിന് സോഷ്യൽ മീഡിയയിൽ വരുന്ന നവമാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കുന്ന ഇത്തരം പാരായണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയണം, അത് സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. അതിനനുസരിച്ച് കുട്ടികളുടെ ഈ പാരായണ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കണം. ഏറ്റവും ആകർഷകമായിട്ട് നടത്താനുള്ളതാണ്. ആ ആകർഷകമായി നടത്തുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ അത് സ്ഥാനം പിടിക്കുകയുള്ളൂ, ഹൃദിസ്ഥമാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ പഠിക്കുന്ന ഈ ഖുർആനിലെ ആ വചനങ്ങളും
വാക്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഏറെക്കാലം തങ്ങി നിൽക്കും. പാത്രത്തിൽ ഈ ഖുർആൻ പാരായണത്തിൽ മാറ്റം വരുത്തണം. അതിന് മറ്റ് പാഠ്യവിഷയങ്ങളിലും ഈ സാങ്കേതിക വിദ്യ നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയണം. നേരത്തെ ഫൈസൽ നിർമ്മണ്ട ഇവിടെ സൂചിപ്പിച്ചു, നമസ്കാരത്തിൻ്റെ രീതി, അത് ഉളു എടുക്കുന്നത് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്നതും നമസ്കരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യമായിട്ട് ഇതിൽ കാണിക്കാറുള്ളത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അത്ര വിശദമായി കാണിക്കാറില്ല. പിന്നെ ഉണ്ടാകുന്നത് പ്രഭാഷണങ്ങളാണ്. പ്രഭാഷണങ്ങളും നന്നായി വരുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് മദ്രസ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇവിടെ മദ്രസ കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മുടെ മൊത്തം സമൂഹത്തെ ഈ തരത്തിൽ മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നതിന് ഇത് പ്രധാന കേന്ദ്രമായി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള പരിശീലനം ഇവിടെ അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കും മറ്റുള്ളവർക്കും ഇതിന് നടത്തിപ്പുകാർക്കും ഉണ്ടാക്കിയെടുക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളെ കേവലമായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതിലേക്ക് മാത്രം ഇത് ഒതുക്കി നിർത്തിയാൽ നാം എന്താണോ ഇതോട് ഉദ്ദേശിച്ചത് അത് നമുക്ക് ലഭിക്കാൻ കഴിയാതെ പോകും. ഞാൻ നേടി സംസാരിക്കുന്നില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞു, ഉപകാരപ്രദമായ അറിവാണ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കിവിടെ ഏറ്റവും അധികം ദാറുസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ ദാറുസ്സലാമിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകുന്നത്, ഈ സ്ഥാപനം ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചത് നമ്മുടെ സമൂഹത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പൂർണ്ണമായി വിഭാടനം ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ്. അതിന് പിന്നിൽ നേതൃത്വം കൊടുത്ത മതസംഘടനകളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും പ്രധാനമായത്. ഷാ സംഘടന എന്ന് 3-4 മാറിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. കാരണം എൻ്റെ ഉമ്മയുടെ പാപ്പ അബ്ദുള്ളക്കുട്ടി മൗലവി മുജാഹിദ് പ്രസ്ഥാനം ഈ രാജ്യത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം മുന്നിൽ പ്രവർത്തിച്ച ആളാണ്. നാദാപുരത്തെ ഏറ്റവും പാമരരായ ജനങ്ങൾക്ക് മുമ്പിൽ മുരുക്കിൻ്റെ പെട്ടി വെച്ച് ആ പെട്ടിക്ക് മുകളിൽ കയറിന്നിട്ടാണ് അന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. നാദാപുരത്തെ ഈ അറബിയിൽ കൃത്യമായി പറഞ്ഞ ജാഹിലിങ്ങൾ ആയിട്ടുള്ള ആളുകൾ കല്ലെടുത്ത് എറിയുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂർവികരായുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം അത്തരം കാര്യങ്ങളിൽ അത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. ചിലപ്പോൾ ഒരു തോന്നൽ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തിരുത്തുന്നതിന് പ്രയാസമില്ല. ഇവിടെ നമുക്ക് തൊട്ടു മുമ്പിലാണ് നമ്മുടെ മേലെ പള്ളി. അത് പുതുക്കി പണിയുന്നുണ്ട് ഇപ്പോൾ. അവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓരോ വർഷം നടത്തുന്ന കാര്യമാണ് നൂറെ അജ്മീർ. ഇവിടെ ഇപ്പോൾ കുറച്ച് പെണ്ണുകൾ വന്നിരിക്കുന്നുണ്ട്. എന്നാൽ നൂറെ അജ്മീറിൽ വരുന്നതിൻ്റെ ഒരു 100 അംശം പോലും ഇവിടെ വന്നിട്ടില്ല. സമയം കുറക്കണമെന്നാണ് ഞാൻ പറയാൻ പാടുന്നത്. ഞാൻ കുറയ്ക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഒഴുക്ക് പിറ്റേന്ന് ഉച്ചവരെയാണ് നടക്കുന്നത്. ആ സ്ത്രീകൾ മുഴുവൻ വരുന്നത് മതം പഠിക്കാൻ വേണ്ടിയല്ല. അവിടെ സംഘടിപ്പിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന ചില പ്രത്യേകമായ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തോ ചില വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന അർത്ഥത്തിലാണ് വരുന്നത്. നമുക്കിതുവരെ സംഘടിതമായിട്ട് നേരിടാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇവിടെ മദ്രസയുടെ വാർഷികം നടത്തി. ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സംഘടനകളെയും എല്ലാ വ്യക്തികളെയും യോജിപ്പിച്ചുകൊണ്ടാണ് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിനെതിരെ നമുക്ക് ഒന്നിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. തികച്ചും മതവിരുദ്ധമായുള്ള കാര്യം നടക്കുന്നതല്ല എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ മൗനികളായി മാറും. ആ തരത്തിൽ മൗനമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. ദാറുസ്സലാം പോലുള്ള ഒരു മദ്രസയിൽ നിന്നും കിട്ടുന്ന അറിവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം പരിപാടികളെയും പ്രസ്ഥാനങ്ങളെയും അതിശക്തമായിട്ട് സമൂഹത്തിൽ തുറന്നു കാണിക്കാനും അവർക്കെതിരായി നിലനിർപ്പിക്കാനും സാധിക്കണം. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം സിദ്ധിക്കുള്ളൂ. ഏതായിരുന്നാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ട് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് ദാറുസ്സലാം മദ്രസ മുന്നോട്ട് പോകാൻ കഴിയണം. ഈ സ്ഥാപനത്തിൻ്റെ യശസ് ഉയർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച 2 വ്യക്തികളാണ്. ഒന്ന് CK അബ്ദുള്ള ഫാറൂഖി. അദ്ദേഹമാണ് ആദ്യം അവിടെ വന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം പറഞ്ഞത്.
അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ പരിപാടിക്ക് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് സർവശക്തനാഥൻ ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരാൾ മറിയത്തിൻ്റെ ഭർത്താവ് CT അബ്ദുൽ ജബ്ബാർ ഉസ്താദ്. അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും ഇതിൻ്റെ പ്രശസ്തി ഉയർത്തിയെടുക്കുന്നതിനും വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ മറിയമാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിക്കുന്നതിന് നല്ല ഒരു തുക സംഭാവന നൽകിയിട്ടുള്ളത്. പണം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, അത് കൊടുക്കാനുള്ള നല്ല മനസ്സോടി വേണം. അതിനുണ്ടെങ്കിലേ കാര്യം നടക്കും. അപ്പോൾ ആ തരത്തിൽ ഇതിന് സാമ്പത്തികമായി സഹായം നൽകാനും ഇത്തരം പ്രസ്ഥാനത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും മുൻകൈ എടുത്തിട്ടുള്ള മറിയത്തെയും അവരുടെ കുടുംബത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവർക്ക് അനർഹമായ പ്രതിഫലം സർവശക്തനായ നാഥൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ വാഴക്കാടിനും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനും മറ്റ് പൊതുസമൂഹത്തിനും ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന വിധത്തിൽ മാറ്റിയെടുക്കാൻ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. ആ തരത്തിലുള്ള ഒരുമയുടെ പുതിയ ഒരു പാതയിലൂടെ സഞ്ചരിക്കാനും ആ തരത്തിലുള്ള ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനീയ അധ്യക്ഷൻ, വേദിയിലുള്ള ഉസ്താദികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ മദ്രസ വാർഷികത്തിൻ്റെ ഭാഗമായി ഹൈടെക് ആക്കുന്ന ചർച്ച നടക്കുകയും ആ രീതിയിലുള്ള ഏകദേശ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് റിപ്പോർട്ടിൽ സാനിഫൂടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ഞാനും കുഞ്ഞാനും കോയൊക്കെ ഇവിടെ സദസ്സിലുണ്ട്. ഞങ്ങൾ ഈ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഇന്ന് ഈ മദ്രസൻ്റെ ഫില്ലറൊക്കെ കോൺക്രീറ്റാണ്. നമ്മളെ മുഹമ്മദ് ഇവിടെ ഉണ്ട്, ചേപ്പാലി, കമാല്, ഞങ്ങളൊക്കെ അന്ന് എല്ലാ പ്രായക്കാരും ഒരേ ക്ലാസ്സിലിരിക്കുന്ന ഒരു കാലമാണ്. അന്ന് നമ്മളെ ഈ മദ്രസൻ്റെ കെട്ടിടത്തിൻ്റെ ഫില്ലറ് ചെങ്കല്ലുകൊണ്ട് മണ്ണിൽ പടവ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഓടിട്ട നീളത്തിൽ, ഇതുപോലെ നീളത്തിലുള്ള ഒരു കെട്ടിടമാണ്. ഇപ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്തുള്ള ഒരു ഓടിട്ട ഒരു കെട്ടിടമാണ് അന്നത്തെ ഒരു സിമെൻ്റൊക്കെ തേച്ച ഒരു മദ്രസ. ഇതിൽ അടിപോലും സിമെൻ്റ് ഇടാത്ത ആ മദ്രസയിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു അനുഭവം. അതിൽ നിന്ന് മാറി ഒരു വലിയ ബഹുനില കെട്ടിടം ഇവിടെ ഉണ്ടായി. ആ സമയത്ത് തന്നെ ഞങ്ങളെ ആ കാലത്ത് തന്നെയാണ് അന്നത്തെ ആ സിമെൻ്റ് ഇട്ട മദ്രസ തേച്ച് കഴുകി എല്ലാ കുട്ടികളും ചകരിയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ചകരി കൊണ്ടുവരാൻ വേണ്ടി തലേദിവസം പറഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി അതിൽ ആദ്യമായി പള്ളി തുടങ്ങണം. MT അബ്ദുറഹ്മാൻ മൗലവിയുടെ വെള്ളിയാഴ്ചയിലെ കുത്തുബ മലയാളത്തിലുള്ള പരിഭാഷ അന്ന് പദ്ലിൽ മാഷ് പറഞ്ഞാൽ വലിയമായത്ത് പള്ളിയിലെ ഈ പള്ളിയിൽ വരുന്ന ആളുകൾ ഇസ്ലാമൊന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായി. അങ്ങനെ ഈ പ്രസ്ഥാനം വളർത്തിയെടുത്ത ഒരു പ്രദേശമാണ്. അതോടൊപ്പമാണ് ഇവിടെ സൂചിപ്പിച്ചുള്ള മദ്രസ വാർഷികങ്ങൾ. അക്കാലത്ത് ആദ്യമായി ഒരു മദ്രസ വാർഷികത്തിന് ഇവിടെ ഞങ്ങൾ പോയത് ചേന്നമംഗല്ലൂരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അതുപോലുള്ളൊരു വാർഷികം പിന്നീട് അരങ്ങേറുകയും ആ രീതിയിൽ കുറേ കൂടി ആളുകളെ ഉത്ഭുതരാക്കുക. ഒരു വാർഷികം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ കലാപരിപാടി മാത്രമല്ല, പൊതുജനത്തെ ആ വാർഷികത്തിൽ കൂടി ഉത്ഭുതരാക്കുന്ന ഒരുപാട് പരിപാടികൾ അന്നത്തെ വാർഷിക പരിപാടികൾ നടക്കാറുണ്ട്. അന്ന് ഇവിടെ വൈദ്യുതി ഇല്ലാത്ത കാലത്ത് ജനറേറ്ററൊക്കെ കൊണ്ടുവന്ന് വൈദ്യുതിയൊക്കെ ഉണ്ടാക്കി ലൈറ്റ് കത്തിച്ച് അങ്ങനത്തെ ഒരു കാലം. അത് കാണാൻ വേണ്ടി പല പ്രദേശത്തു നിന്ന് ആളുകൾ വരുന്ന ഒരു പ്രദേശമായി മാറിയിരുന്നു വാഴക്കാട്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പുതിയ യുഗത്തിലാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ AI യുഗത്തിലാണ്. ഈ യുഗത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കമ്മിറ്റി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു പുരോഗതിയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ മറ്റൊരു വശം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ അദ്ദേഹം സൂചിപ്പിച്ചു നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച്. പെൺകുട്ടികൾക്ക് ആ ഒരു അതിൻ്റെ കണക്ക് അടക്കം അദ്ദേഹം പറഞ്ഞു.
നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ നമ്മളെ മാത്രമാണല്ലോ ഉള്ളത്, പല സ്ഥലത്തും നമുക്കിത് പറയാൻ പ്രയാസമുള്ള കാര്യം. നമ്മുടെ കുട്ടികൾ, എത്രയോ കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിലടക്കം മറ്റ് മതക്കാരെ കൂടെ പോയി കല്യാണം കഴിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മളെ കുട്ടികൾ പോകും. നമ്മൾ മലയാളത്തിൽ പ്രസംഗം കേൾക്കുന്ന ആളുകളുണ്ട്, അറബി കേൾക്കുന്നുണ്ട്, മലയാളത്തിൽ ഇപ്പോൾ അദിൽ മാഷ് പറഞ്ഞ നൂറെ അജ്മീർ ഇങ്ങനെയുള്ള ഒരുപാട് സദസ്സിൽ നമ്മളെ ആളുകളൊക്കെ പോയിരുന്നെങ്കിലും ഓരോ മഹല്ല് കേന്ദ്രീകരിച്ച് ആ മഹല്ല് ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നത്, അങ്ങനെ കുട്ടികൾ എന്താണോ പറയുന്നത് അതിലേക്ക് രക്ഷിതാക്കൾ പോകുന്നൊരവസ്ഥയിലേക്ക്. ഇപ്പോൾ ഒരു അമുസ്ലിമായ ഒരാൾ ഒരു മുസ്ലിം കുട്ടിയെ കല്യാണം കഴിക്കുന്ന പരിപാടിയിലേക്ക്, ആ കല്യാണത്തിൽ അതിൻ്റെ വല്യാപ്പയും വല്യമ്മയും അടക്കമുള്ള ആളുകൾ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നൊരവസ്ഥ ഞങ്ങൾ നേരിൽ കണ്ടതാണ്. ഞാനൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ എത്ര കുട്ടികൾ ഇങ്ങനെ പോയി എന്നതിൻ്റെ കണക്ക് നിങ്ങൾക്കാർക്കും അറിയും. അപ്പോൾ നമ്മൾ നാളെ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് ഇത്തരത്തിലുള്ള മദ്രസയും പള്ളിയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൂടെ നമ്മൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് നമ്മളെ മറ്റുള്ള ഇപ്പോൾ ആളുകളുടെ ഉദ്ദേശം തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടിയെ അവരിൽ നിന്ന് അടർത്തിയെടുത്ത് കല്യാണം കഴിച്ച അവസാനം ഈ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ നടന്ന ഏതെങ്കിലും വിവാഹങ്ങൾ ഏതെങ്കിലും അത് പൂർണ്ണതയിലെത്തിയിട്ടുണ്ടോ? പകുതിയും ആത്മഹത്യയിലേക്കും, പകുതിയല്ല 90% ആത്മഹത്യയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ പോയി അഭയം തേടുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച് നമ്മുടെ മദ്രസ പഠനത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഞാൻ ഇന്ന് ഒരാൾ രാവിലെ നേരത്തെ വിളിച്ചു, ഞാൻ കുറച്ച് നേരത്തെ വന്നു. ബസ് സ്റ്റാൻഡിൽ ബൈക്ക് അവിടെ സൈഡാക്കിയപ്പോൾ നമ്മുടെ വാഴക്കാടുള്ളൊരു കുട്ടി, അപ്പോൾ അവനോട് ചോദിച്ചു എന്ത് ഇപ്പോൾ വന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ സ്കൂളിൽ റെസ്ലിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിലോ 9ലോ പഠിക്കുന്നൊരു കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. അവൻ പറയാണ്, വാപ്പൻ്റെ നിർബന്ധത്തിന് ഞാൻ അതിൽ ചേർന്ന ഗ്രേസ് മാർക്ക് കിട്ടാൻ 10ാം ക്ലാസ്സിലെത്തിയിട്ട് 8ാം ക്ലാസ്സിൽ ചേർന്നൊരു കുട്ടി റെസ്ലിങ്ങിൻ്റെ അല്ലെ കരാട്ടെ ഉസുവിൻ്റെ ഒരു ക്ലാസ്സിൽ ചേർന്നിട്ട് 365 ദിവസവും അതിൻ്റെ ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ് കഴിഞ്ഞ് ആ കുട്ടിക്ക് ഒരു ഗ്രേസ് മാർക്ക് കിട്ടി. 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് കിട്ടിയാൽ ആ കുട്ടി 10ാം ക്ലാസ്സിൽ +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആ ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി ചേർക്കണേ സ്പോർട്സ് കോട്ടയിൽ കയറാൻ. ആ കുട്ടി സ്പോർട്സ് കോട്ടയിൽ കയറിയിട്ട് ആ കുട്ടിക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു അറിവുമില്ലാതെ വെറും D+ ഉള്ള കുട്ടിക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും. ആ കുട്ടി +1 പോയിട്ട് എന്ത് പഠിക്കും? അത് രക്ഷിതാവ് കണക്കൂട്ടാറില്ല. അപ്പോൾ ആ കുട്ടിയെ സംസാരിച്ചു ആ കുട്ടി പറയും, എനിക്ക് ഒരു താല്പര്യമില്ല, ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഒരു മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു സങ്കടം, ഞാൻ അവനോട് ചോദിച്ചു, ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ പോയാൽ എനിക്ക് എത്ര സമയം വായിക്കാൻ കഴിയും? ഞാൻ വായിക്കൽ തന്നെയില്ല, ക്ഷീണിച്ച് അവിടെ കടന്നുറങ്ങും, രാവിലെ 8 മണിയൊക്കെ ആവും നീക്കാൻ. അതുകൊണ്ട് എൻ്റെ മദ്രസ നഷ്ടപ്പെട്ടു എന്നാണ്. ഇന്നിപ്പോൾ അവൻ 8 മണിക്ക് വന്ന ബന്ധു അവൻ്റെ മദ്രസ നഷ്ടപ്പെട്ട അവസ്ഥ. അവൻ സങ്കടം പറയാം, എൻ്റെ മദ്രസ പഠനം നഷ്ടപ്പെടുത്തിയിട്ടാണ് രക്ഷിതാവിനെ ഈ ക്ലാസ്സിന് അയക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും. അപ്പോൾ നമുക്കറിയാലോ, ഒരു കരാട്ടെ കുട്ടി നമ്മളെ പഞ്ചായത്തിൽ ഉണ്ടായ ഒരു ദാരുണമായ മരണം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആളുകൾ എന്ത് കേൾക്കുമ്പോഴേക്ക് പെൺകുട്ടികളടക്കം ഇതുപോലുള്ള കരാട്ട ക്ലാസ്സിൽ, അത് മുസ്ലിം കുട്ടികൾ, നിങ്ങൾ ഇപ്പോൾ ഞാനിതൊന്നും വിമർശിക്കല്ല, ഞാൻ ചിലപ്പോൾ നമ്മൾ കുറച്ച് പിറകോട്ട് പോയോന്ന് ചിന്തിക്കും. നമ്മൾ സ്കൂളിൽ SPC നടക്കാറുണ്ട്, അതിൽ കുറേ മുസ്ലിം പെൺകുട്ടികളുണ്ട്. അവരുടെ വേഷങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഗ്രൗണ്ടിലൊന്നും ഒന്ന് കാണാനും രക്ഷിതാക്കൾ ഈ SPCയുടെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ വേഷം, അവരിടുന്ന ടീഷർട്ട്, അവരുടെ ഈ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഈ വേഷങ്ങളൊക്കെ ധരിച്ചോട്ടെ, അവർ അതിലേക്ക് ആരാ അയക്കുന്നത്? നമ്മളാണ്. ഇപ്പോൾ ഇന്നലെ മെനയാതൊക്കെ ഇപ്പോൾ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ വന്ന കുട്ടിക്ക് യൂണിഫോം ഇല്ല, പഴയ ഡ്രസ്സിൽ വരിക. ഞാൻ അധിക കുട്ടികളെ, നമ്മളിപ്പോൾ കൃഷിഭവൻ്റെ ഒരു കാർഷിക പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ സമയങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ഈ കുട്ടികളൊക്കെ ഇട്ട ഡ്രസ്സ്, മുസ്ലിം കുട്ടികൾ ഇട്ട ഡ്രസ്സ്, ഏറ്റവും ടൈറ്റുള്ള ജീൻസ്. പെൺകുട്ടികളിട്ട ഡ്രസ്സ് ആരാ വാങ്ങി കൊടുക്കുന്നത്? നമ്മൾ വാങ്ങി കൊടുത്തല്ലേ. ഇത്തരം ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഈ മദ്രസയിൽ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ, മദ്രസയിൽ വരുമ്പോൾ മൊക്കനെയും ഇതൊക്കെ ഉണ്ടാവും. മദ്രസയിൽ നിന്ന് ഇറങ്ങിയ ടൈറ്റ് ജീൻസും ഷാലെടുത്തിട്ട് തോളിലും. ഞാൻ വരുന്ന റൂട്ട് കൂടി ഒരു പെൺകുട്ടി ഇപ്പോൾ +1 +2ലേക്ക്, ഈ വർഷം +2 ആണ്. ആ കുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലെത്തുന്നത് വരെ ആ കുട്ടീൻ്റെ തലയിൽ തട്ടണ്ടാവില്ല, തോളിലുണ്ടാവും. അങ്ങനെ ഞാൻ +1 എത്തി. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നടന്നാൽ പോരാ എന്നുള്ള ലക്ഷ്യത്തിലാണ് ആ കുട്ടി നടന്നു വരുന്നത്.
അപ്പോൾ എനിക്ക് നമ്മളിവിടെ കുറേ അമ്മമാരുള്ളതാണ് ഞാൻ മദ്രസയായിട്ട് ബന്ധമുള്ളൊരു വിഷയം കൂടി ആയതുകൊണ്ട് ഞാനത് പറയാം. നമ്മൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ചില കുടുംബയോഗങ്ങളിലൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുട്ടികളെങ്കിലും ഇത്തരമുള്ള വസ്ത്രങ്ങളും അതുപോലെയുള്ള SPCയിൽ പങ്കെടുത്താൽ എന്താ ഒരു ഗ്രേസ് മാർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഇതിൽ. അപ്പോൾ അവിടെ ഇടുന്ന വേഷം എന്താണ് എന്ന് നമ്മൾ രക്ഷിതാക്കൾ, കാരണം അവർ സ്കൂളിൽ വന്നിട്ട് ഇവിടുന്നാണ് യൂണിഫോം മാറുക. അതായത് ചില കുട്ടികൾ അവിടുന്ന് ഡ്രസ്സ് ഇട്ട് വരും. ഇവിടെ അവർക്ക് മാത്രമാണ് വൈറ്റ് ടീഷർട്ട് ഉണ്ടാകുക. അവർ ട്രെയിനിങ് സമയത്ത് വൈറ്റ് ടീഷർട്ടും ഒരു ട്രാക്ക് ഷൂട്ടോ അല്ലെങ്കിൽ അതുപോലെ അവരുടെ യൂണിഫോം ചിലപ്പോൾ കാക്കി പാൻറ്റ്, ആ പാൻറ്റിൻ്റെ ഒക്കെ ടൈറ്റുകളൊന്ന് കണ്ട് നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ടിലൊക്കെ ഈ സമയത്ത് പോലെ പരേഡ് കാണുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ നമ്മളോട് പറയും, നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ, ഇങ്ങനത്തെ കുറേ നാട് നന്നാക്കലെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ നിങ്ങളെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവന്നു. നമ്മളൊന്ന് ഇടയ്ക്ക് സ്കൂളുകളിലൊക്കെ നമ്മളെ കുട്ടികളുടെ വസ്ത്ര രീതിയൊക്കെ നമ്മൾ സ്കൂളിലൊന്ന് കയറി പോയി പരിശോധിക്കണം. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു സമയം, അപ്പോൾ ഞാനവിടെ പുതിയ HM വന്നു, രാമിന ബീഗം, മഞ്ചേരിക്കാരിയാണ്. അവരുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അവരിനോട് പറഞ്ഞു, ഞാൻ കൃത്യം 8-8:30 മണിക്ക് ഞാൻ സ്കൂളിലെത്തും. സ്കൂളിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ മുമ്പ് സ്കൂളിൽ വരുന്ന അറ്റൻഡൻസ് റേഷനിൽ ഒപ്പിടാത്ത അധ്യാപകർ അര ദിവസത്തെ ലീവ് എഴുതി വെച്ച് ഉച്ചക്ക് വന്നിട്ട് ഒപ്പിടാം. ഞാൻ ആ നടപ്പാക്കാൻ പോവുക. കുറേ ജീവനക്കാരുണ്ട് ഇവിടെ, സ്റ്റാഫ്. അവർ ഇവിടെ കുട്ടികളാണ് സ്കൂൾ അടിച്ചു വാരൽ, മൂത്രപ്പുര കൈകലൊക്കെ. അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൃത്യമായി അവരോട് ജോലി ചെയ്യിപ്പോൾ അവങ്ങളൊക്കെ സഹായം വേണമെന്ന് ആ സ്ത്രീ നമ്മളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 100% സഹായമാണ്. ഞാൻ അത്തരത്തിലുള്ളൊരു സീപ്പർക്ക് പേരിൽ നടപടി എടുത്തിട്ട് എൻ്റെ പേരിൽ ഏറ്റവും വലിയ ഒരു പരാതി DD അടക്കം അന്വേഷണത്തിന് ഉത്തരവ് ജില്ലാ കലക്ടറേറ്റൊക്കെ ഹാജരായ ആളാണെന്ന് പറഞ്ഞു ഞാൻ അതിനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അത്തരത്തിൽ നമ്മളെ ഈ ജീവനക്കാരൊക്കെ മാറ്റിയെടുക്കാനുള്ള ചില ആ ഒരു മുസ്ലിം സ്ത്രീയാണല്ലോ അവിടുത്തെ ഹെഡ്മാഷ്. അവർ വളരെ താല്പര്യം എടുത്ത് ആ സ്കൂളിനെ അവർ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവരോടൊക്കെ പോയി നിങ്ങൾക്ക് സംസാരിക്കാം. ഇവിടുത്തെ കുട്ടികളുടെ ഈ രീതിയിലുള്ള വസ്ത്രം നമുക്ക് അനുവദിച്ചുകൂടാ, നമ്മൾ കുറച്ചുകൂടി അതിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവർ ശരിക്ക് മൊക്കനെയൊക്കെ ഇട്ടിട്ട് ആ കസാലയിൽ ഇരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട്, ജീവനക്കാരൊക്കെ വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ കുട്ടികളൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു ഇന്നത്തെ ഈ സംരംഭം കൂടി തുടക്കമാകട്ടെ. അതുപോലെ ഒപ്പതിൻ്റെ കമ്മിറ്റിക്കാരോട് എനിക്ക് സൂചിപ്പിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ നോമ്പിന് നമ്മൾ സംഗമത്തിൽ നമ്മൾ സൂചിപ്പിച്ച നമ്മുടെ മഹല്ല് ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു രീതിയിലേക്ക് ഈ മദ്രസ കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും കൈകോർത്ത് പൊതുജനത്തെയും കൂടി പങ്കാളിത്തത്തോടു കൂടി ഇതെല്ലാം ഒരുപാട് വിദ്യാഭ്യാസ മേഖല അതുപോലെയുള്ള ഉയർന്ന പദവിയിൽ നമ്മളെ കുട്ടികളെ എത്തിക്കാനുള്ള ഒരു യജ്ഞം ഈ ഒരു സ്ഥാപനത്തിലെങ്കിലും തുടക്കം കുറിക്കണമെന്നാണ് സൂചിപ്പിക്കാറുണ്ട്. ഞാൻ ഇത് പറയാം, ഇന്നലത്തെ മനോരമയും മാതൃഭൂമിയൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. തൃശ്ശൂരിലുള്ള ഒരു അൻസാഫോ എന്താ കുട്ടിയുടെ പേര്, ഒരു മുസ്ലിം കുട്ടിയാണ്. ആ കുട്ടിയുടെ വാപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവരുടെ വീട് അവൻ്റെ സ്കൂളിൽ ഫുൾ 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയത്തിൽ A+ കിട്ടിയ ഫോട്ടോ അടക്കം വെച്ച സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയ ഫ്ലക്സ് കൊണ്ടുവന്നിട്ട് വീട് മറച്ചു കെട്ടിയ ഒരു വീടിൻ്റെ ഫോട്ടോ അടക്കം ഇന്നലത്തെ പത്രത്തിലുണ്ട്. ആ പയ്യൻ അതിൻ്റെ മുന്നിലേക്ക് എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് കിട്ടി, MBBS. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു എൻട്രൻസ് കോച്ചിങ്ങുകാർ സൗജന്യമായിട്ട് അവനെ പഠിപ്പിച്ച് തൃശ്ശൂർ ജില്ലയിൽ അവനെ പഠിപ്പിച്ച് അവൻ ഇന്ന് ഒരു ഡോക്ടറായി മാറാനുള്ള യോഗ്യത നേടി. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇടയിൽ കഴിവ് കുറഞ്ഞ കുട്ടികളുണ്ട്. അത്തരം കുട്ടികളെ നമ്മൾ ദത്തെടുത്ത് നല്ല മാർക്കോടുകൂടി പാസ്സാകുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു ദിശാബോധം നൽകി അവരൊക്കെ എല്ലാവരും ഡോക്ടറാണോ, എല്ലാവരും എഞ്ചിനീയർ. നമ്മുടെ നാട്ടിൽ IAS ഒരാളുണ്ട്. നമ്മുടെ നാട്ടിൽ IAS-ഉം IPS-കാരൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ മദ്രസയുടെ ഈ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഒരു ചെറിയ റൂട്ട് അതിലേക്ക് കൂടി മാറ്റി തിരിച്ച് നമ്മൾ ആ രീതിയിൽ ആളുകൾ ഇതിനൊക്കെ സഹായിക്കാൻ ധാരാളം ആളുകൾ, ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ സമീപിച്ച് ഇപ്പോൾ കണ്ട് നിങ്ങൾ നമ്മളെ ജില്ലയിൽ നജീബ് കാന്തപുരം ഒരു IAS അക്കാദമി തുടങ്ങിയപ്പോൾ അതിലെ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ ഈ വർഷം IAS-ന് അംഗീകാരം കിട്ടി അവർ ക്വാളിഫൈ ചെയ്തു വന്നു. അപ്പോൾ എത്ര കുട്ടികൾ, മുസ്ലിം കുട്ടികൾ ഈ വർഷം IAS പാസ്സായി എന്ന് നമ്മൾ പത്രങ്ങളിൽ കാണുക. അങ്ങനെ നമ്മളൊരു മാറ്റം ഈ മദ്രസ പഠനവും അതിൻ്റെ നമ്മൾ ഇസ്ലാമിക മൂല്യമൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ അത്തരം ആളുകൾ ഒരു IAS നമ്മളൊരു മദ്രസയിൽ കൂടി മതബോധത്തോടു കൂടി പഠിച്ചു വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ രാജ്യത്ത് നീതി നടപ്പാക്കാൻ മുമ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ വാർത്തെടുക്കുന്ന ഒരു കേന്ദ്രം കൂടിയായി ഈ മദ്രസ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സമയം അധികം എടുത്തുപോയി ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാന്യ അധ്യക്ഷരെ, വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ,
വിദ്യാർത്ഥി അധ്യാപകർ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ കൂട്ടുകാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. എനിക്ക് മദ്രസയുടെ ഒരു പഴയകാല ഓർമ്മയാണ് വരുന്നത്. ആദിയോനില്ലോതിടൈ ഹംദാദിയിൽ ശരീക്കും പരിപാലകനായ റബ്ബിന് ഹംദ് ചൊല്ലിടുന്നു. പാരിൽ വെളിച്ചം വീശി തന്ന മുസ്തഫ നബിക്കും പിറകെ 4 ഖലീഫമാർക്കും അൽ അസ്ഹാബോർക്കും. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പഠനവും അതുപോലെയുള്ള കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം. വിശാലമായിട്ട് പറയുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട് അത് കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽ തളരാതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അധ്യക്ഷൻ, എൻ്റെ സ്റ്റേജിലിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാരെ, മറ്റു രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വാപ്പ വല്യാപ്പന്മാർ തുടങ്ങി വെച്ച ഈ ദാറുസ്സലാം മദ്രസ അതിൻ്റെ 70 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സക്കരിയ സാഹിബ് സൂചിച്ച പോലെ പഴയ ഒടിഞ്ഞ ബെഞ്ചും പൊടി പിടിച്ച കസേരകളും മോർമോരുന്ന മദ്രസയിൽ നിന്ന് ഈ സ്മാർട്ട് റൂം മദ്രസയിലേക്ക് മാറാൻ പ്രേരിപ്പിച്ച വായക്കാട് ദാറുസ്സലാം മദ്രസ കമ്മിറ്റികൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുഞ്ഞാൻ, ഷാനിഫ് പോലുള്ളവർക്ക് ഇനിയും ഇതേപോലെ സംരംഭങ്ങൾ മറ്റു നാട്ടിലുള്ള മത സാംസ്കാരിക രംഗത്തുള്ളവരെ പങ്കെടുപ്പിച്ച് ഈ മദ്രസ, നിങ്ങൾക്കറിയാം ഈ മദ്രസ ഏകദേശം 70 വർഷം നിന്നാൽ ഇതേപോലെ മദ്രസ സമീപ പ്രദേശങ്ങളൊന്നും ഉണ്ടാവില്ല. ഏകദേശം നമ്മുടെ ദീനീ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഏകദേശം ഒരുവിധം പ്രവർത്തകരൊക്കെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയവരാണ്. അത് ഒന്നുകൂടി ഇപ്പം 5ാം ക്ലാസ്സാണ് ഇപ്പോഴത്തെ നിലവാരം. നമ്മൾ 5ാം ക്ലാസ് കൂടി ഏകദേശം എല്ലാ കുട്ടികളും മദ്രസ വിദ്യാഭ്യാസം നിർത്തുകയാണ്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഇപ്പം നാട്ടിൽ കാണുന്ന മറ്റുള്ള ഈ അരാജകത്വം മുഴുവൻ. അതിൽ നിന്ന് മാറ്റം വരുത്തി വായക്കാട് ദാറുസ്സലാം മദ്രസ ഒരു മാറ്റം വരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമ്മുടെ ദാറുസ്സലാം മദ്രസ ഇന്ന് ശിശു സൗഹൃദ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 2 ക്ലാസ് ഹൈടെക് ആകുകയും മറ്റ് ക്ലാസ്സുകൾ സെമി ഹൈടെക് ആകുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾക്കും അതുപോലെ തന്നെ ഇതിന് സഹായങ്ങൾ ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഭാവുകൾ നേരുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലുള്ള അതിഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇങ്ങനെ ഇതിനൊരു സന്ദർഭം ഒരുക്കാൻ സഹായിച്ച നമ്മുടെ ജാബിർ മാസ്റ്റർക്ക് അവരുടെ കുടുംബത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. ഇപ്പോഴേ വിദ്യാഭ്യാസ ഇതിൽ വളരെയധികം മാറ്റം വരുന്നുണ്ട്. രക്ഷിതാക്കൾക്കൊക്കെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിലാണ് കൂടുതൽ താല്പര്യം. എങ്കിലും അതോടുകൂടി തന്നെ ഈ പാരമ്പര്യ വിദ്യാഭ്യാസം കൂടി പ്രചോദനം നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇവരുടെ ഇങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാക്കിയ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇപ്പോൾ അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ എൻജിനീയറാക്കണം, ഡോക്ടർമാരാക്കണം, IAS പാസ്സാക്കണം എന്നുള്ള ഉദ്ദേശങ്ങളാണ് അധിരക്ഷിതാക്കളുള്ളത്. പക്ഷേ അത് താൽക്കാലിക ജീവിതമാണ്, ഭൗതിക ജീവിതമാണ് എന്ന് തിരിച്ചറിയാൻ ഇതുവരെ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ പാരമ്പര്യ വിദ്യാഭ്യാസം പ്രചോദനം നൽകണം. അത് ശാശ്വതമായ ജീവിതമായുള്ള പരലോകയോഗ്യത അതും കൂടി കുട്ടികളെ മനസ്സിലാക്കിയിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും.
മാന്യ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മാൽ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, ഇവിടെ ഉത്ബോധനം ഒരുപാട് ആളുകൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ വളരെ അർത്ഥവത്തായുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂട്ടത്തിൽ ആലിയാക്കയും അബ്ദുൽ മാഷൊക്കെ പറഞ്ഞ കാര്യം അടിവരയിട്ടുകൊണ്ട് പറയുന്നു. ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അതിനെല്ലാ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഈ കമ്മിറ്റിയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഭൗതിക വിദ്യാഭ്യാസത്തിന് പുറകിലാണ് നമ്മളെല്ലാവരും കാര്യമായിട്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളും സമന്വയിപ്പിച്ച് കൊണ്ടുപോയാലേ ആ വിദ്യാഭ്യാസത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ എന്ന് എന്നെ അറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ അറിയാം. ആയതുകൊണ്ട് ആ വക കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഈ സംഗതികൾക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിന് തക്കതായ പ്രതിഫലം അള്ളാഹു കൂടുതൽ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അധ്യാപകന്മാർക്കും നമ്മളെ MT അബ്ദുറഹ്മാൻമാർ അവരവർക്കും ഒന്ന് വേണ്ടപ്പെട്ട എല്ലാവർക്കും ദുആയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇരിക്കുന്നത്. ഈ കിട്ടിയ അവസരം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ പരലോകത്തേക്ക് മുതൽക്കൂട്ടാക്കി മാറ്റാൻ എല്ലാ രക്ഷിതാക്കൾക്കും സാധിക്കട്ടെ. അതുപോലെ അധ്യാപകരോടൊപ്പം നമ്മളും കൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് ഉദ്ദേശിച്ച ആളുകളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഖഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് മുസ്തഫ വഅലാ ആലിഹി വസഹബി കഫ. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ സ്വാസംഘം ചെയർമാൻ BP അബ്ദുൽ ഹമീദ് സാഹിബ്, നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടക കുറുവങ്ങാടൻ മറിയം സാഹിബ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സ്നേഹസമ്പന്നരായ കുട്ടികളെ, സുദീർഘമായ ഒരു സംസാരത്തെ ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം, വാഴക്കാടും പരിസര പ്രദേശങ്ങളിലും മതധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വന്ന ഒരു സ്ഥാപനമാണ് ദാറുസ്സലാം മദ്രസ. നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള പ്രാസംഗികരാവട്ടെ, മതപ്രബോധന പ്രവർത്തകരാവട്ടെ, അവരെല്ലാവരുടെയും ആദ്യകാല പഠന കേന്ദ്രം നമ്മുടെ ദാറുസ്സലാം മദ്രസയായിരുന്നു. ബഹുമാന്യനായ നമ്മുടെ എല്ലാം വന്യ ഗുരുനാഥൻ ഈ നാട്ടിലും സമീപ പ്രദേശങ്ങളിലും കേരളത്തിലുടനീളം ഇസ്ലാഹി പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവമായ സാന്നിധ്യം അറിയിച്ച ഇസ്ലാഹി പണ്ഡിത തറവാട്ടിലെ കാരണവരായിരുന്ന ബഹുമാന്യ ഗുരുനാഥൻ MT അബ്ദുറഹ്മാൻ മൗലവിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഒരു സംരംഭം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. തോട്ടത്തിൽ കുട്ടിയാലിയാക്ക മുതൽക്ക് ഒരുപാട് ആൾക്കാർ, എല്ലാവരുടെയും പേരുകൾ ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. നമ്മുടെ ശാന്തി തീരം എന്ന് പറയുന്ന സോവനീറിൽ നമ്മുടെ അന്ന് മുതൽക്ക് നമ്മോട് സഹകരിച്ച മുഴുവൻ ആൾക്കാരുടെയും പേര് വിവരങ്ങളും അതുപോലെ ചരിത്രവും നമ്മൾ രേഖപ്പെടുത്തിയതാണ്. ബഹുമാന്യനായ MT അബ്ദുറഹ്മാൻ മൗലവിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ MT അഹമ്മദ് കുട്ടി മൗലവിയും അബ്ദുസ്സമദ് മൗലവിയും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയും ഈ മദ്രസയുടെയും മറ്റും സ്ഥാപനങ്ങളുടെയൊക്കെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത മാന്യ വ്യക്തിത്വങ്ങളാണ്. അതോടൊപ്പം ഇന്ന് ഇവിടെ ഈ ഒരു സ്മാർട്ട് ക്ലാസ് റൂം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ബഹുമാന്യയായ നമ്മുടെ സഹോദരി കുറുവങ്ങാടൻ മറിയം സാഹിബ, അവരുടെ ഭർത്താവ്, ഞങ്ങളുടെ എല്ലാം വന്യ ഗുരുനാഥൻ ജബ്ബാർ ഉസ്താദ് അവരുകളും അതുപോലെ തന്നെ CK ഫാറൂഖി തുടങ്ങിയ ഒരുപാട് അധ്യാപകർ, ഞാൻ മുഴുവൻ ആൾക്കാരുടെയും പേര് ഇവിടെ പറയുന്നില്ല, മുഴുവൻ ആളുകളും ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടിയും അങ്ങേയറ്റം പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളാണ്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നേരത്തെ ഇവിടെ നമ്മുടെ മുഖ്യപ്രഭാഷകനും എൻ്റെ സുഹൃത്ത് അലി സാഹിബ് അടക്കമുള്ള ആൾക്കാർ സൂചിപ്പിച്ച മതധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ
നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നതാണ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി താല്പര്യപൂർവ്വം ഈ ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ ബദ്ധശ്രദ്ധരാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അലി നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ കുട്ടിയുടെ വസ്ത്രവിധാനത്തെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും മദ്രസയിൽ വരുന്ന കുട്ടികൾ പോലും, മദ്രസയിൽ നിന്ന് മക്കരയും മറ്റൊക്കെ ഇട്ട് വരുന്ന കുട്ടികൾ പോലും സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ വളരെ മോശമായ രൂപത്തിൽ ഷാൾ തോളിലൂടെ ചുറ്റിയിട്ട് മുടിയൊക്കെ കാണിച്ച് കഴുത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പുറത്ത് കാണിച്ചു കൊണ്ടുള്ള ഒരു വേഷവിധാനമാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. പലപ്പോഴും ഒരു അങ്ങാടിയുടെ അടുത്ത് താമസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവാണ് ആ കാര്യത്തിലുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ അധ്യാപകർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, രക്ഷിതാക്കളും കൂടി ആ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഇസ്ലാമിക വേഷവിധാനമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഞാൻ അവിടെ അറിയിക്കുകയാണ്, ഓർമ്മിക്കുകയാണ്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ മദ്രസയിൽ ഒരു 7-ാം ക്ലാസ് ആകുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ ചേർത്തി അങ്ങനെ ട്യൂഷന് പോകാന്നുള്ളതൊക്കെ പോവുകയാണ്. പക്ഷേ ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് നമ്മുടെ മദ്രസ ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ ഒരു സമയം കഴിച്ച് ബാക്കിയുള്ള സമയം ട്യൂഷനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിച്ചുകൊണ്ട് ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന ഈ മതവിദ്യാഭ്യാസം അത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും യോജിക്കുന്നതല്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. പരമാവധി കുട്ടികളെ, ഇപ്പം ഞാനിവിടെ 8ാം ക്ലാസ്സിൽ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും കുട്ടികളോട് 8ന് പോകുന്ന കുട്ടികളെ പറയാറുണ്ട്, 9ാം ക്ലാസ് ആരംഭിക്കും, 9ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ വരണം, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വൈകുന്നേരമോ ശേഷമോ ഏതെങ്കിലും സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തിരുചര്യ ഉൾക്കൊള്ളുന്ന ഹദീസുകളും അതുപോലെ കുറച്ച് കർമ്മശാസ്ത്രവും അതോടൊപ്പം തന്നെ അറബി ഭാഷയും നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ കുട്ടികൾ വരും. പിന്നെ അത് മുഴുവനാക്കാതെ അവർ പോകും. കഴിഞ്ഞ SSLC പരീക്ഷകളിലും +2 പരീക്ഷകളിലൊക്കെ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾക്ക് ഫുൾ A+ നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അറബിക്കിലും ഫുൾ മാർക്ക് വരെ വാങ്ങാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഒരു താല്പര്യവും സഹകരണം ഉണ്ടാവണം. ഇനിയും നമുക്ക് വേണമെങ്കിൽ SSLCയിലും അതുപോലെ തന്നെ +1 +2 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അറബി ഭാഷ പ്രാവീണ്യം അവർക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായ രൂപത്തിലുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത് തന്നെ ആരംഭിക്കാം. കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളാണ് പിരിഞ്ഞു പോയത്. അവർ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് സമയമില്ല, ട്യൂഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പിന്നെ ഒഴിഞ്ഞു മാറാം. താല്പര്യമുള്ള ആൾക്കാർ വന്നാൽ നമുക്ക് അങ്ങനെയുള്ളൊരു ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ഇവിടെയുള്ള രക്ഷിതാക്കളോട് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ആ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുന്നു. നമുക്കറിയാം, നമ്മുടെ ദാറുസ്സലാം മദ്രസ 70ാം വാർഷികം വളരെ മനോഹരമായി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നടത്തി. നല്ലൊരു സംഖ്യ നമ്മൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയും അത് മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം നമ്മൾ വൃത്തിയാക്കുകയും ചെയ്തു. നല്ല സ്മാർട്ട് ക്ലാസ് റൂം നമ്മൾ ഉണ്ടാക്കി. ഇൻഷാ അല്ലാഹ് 8 ക്ലാസ് റൂമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം 5 പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു 3 ക്ലാസ് കൂടി വേണം. അത് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മുകളിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അന്ന് നമുക്ക് വേണ്ടി കുറച്ചുകൂടി ആൾക്കാർ സംഭാവന വാഗ്ദത്തം ചെയ്തിരുന്നു. ആ ക്യാഷും കൂടി കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പണി പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് CMA റഹ്മാൻ സാഹിബ്, നമ്മളെല്ലാം സ്നേഹപൂർവ്വം ബാവുട്ടി എന്ന് വിളിക്കുന്ന നമ്മുടെ CMA റഹ്മാൻ, അദ്ദേഹം തീരെ സുഖമില്ലാതെ വീട്ടിൽ ചികിത്സയിലാണ്. എല്ലാ ദിവസവും 1-2 തവണ ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ട്. അദ്ദേഹം വളരെ പ്രയാസത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പല പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മാരകമായ രോഗം ബാധിച്ച് വീടുകളിലും ആശുപത്രികളിലും ചികിത്സയിലാണ് എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. ആരും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ പേര് പറയാതിരിക്കാൻ കാരണം ഈ ആളുകളുടെ സന്ദർശനം ഒരിക്കലും അവർക്ക് അനുയോജ്യമല്ല എന്നതുകൊണ്ടാണ് പേര് പറയാതിരിക്കാൻ കാരണം.
അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ടുള്ള പല ആൾക്കാരുമുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അവരെല്ലാം സുഖമില്ലാതെ വീടുകളിലും ആശുപത്രിയിലും കഴിയുന്നവരുണ്ട്. അതും മാരകമായ രോഗം ബാധിച്ച ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ആ കാര്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ശമനം നൽകി ആരോഗ്യത്തോടു കൂടി നമ്മോടൊപ്പം പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച ബാബുട്ടിയാക്ക, MK ബാബുട്ടിയാക്ക, കോഴിപ്പറമ്പത്ത് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ MK ബാബുട്ടി സാഹിബ് എന്ന് പറയുന്ന അഹമ്മദ് കുട്ടി സാഹിബ്, അദ്ദേഹം നമ്മുടെ ഒരു സ്ഥാപനങ്ങളുടെയൊക്കെ അഭ്യുദയകാംക്ഷിയും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ആധാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള അതുപോലെ രജിസ്റ്റർ ഓഫീസിലുള്ള പല പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മളെ സഹായിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ മതവിദ്യാഭ്യാസം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന അൽഫിത്ര, നമുക്കറിയാം കാരുണ്യഭവൻ ക്യാമ്പസ് നടക്കുന്നുണ്ട്. അതായത് ഒരു അൽഫിത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിലെ പിടികൂടുക എന്ന മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ ഈജിപ്ഷ്യൻ മനഃശാസ്ത്രജ്ഞന്മാർ അവർ പിന്നെ സംഘടിപ്പിച്ചെടുത്ത, അവർ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സിലബസിൽ പ്രകാരം പ്രവർത്തിക്കുന്ന അൽഫിത്ര. ഈ അൽഫിത്രയുടെ സൂത്രധാരകനും അതിൻ്റെ ഉപജ്ഞാതാവുമായ ബഹുമാന്യനായ CS സയ്യിദ് ഫാറൂഖി, അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്നും വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുകയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരുപാട് ആൾക്കാർ, നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള, നമ്മുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നിത്യം മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സന്ദർശിക്കുമ്പോൾ അവരൊക്കെ നമ്മോട് പ്രാർത്ഥിക്കാനും അതുപോലെ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്യുകയാണ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ അവർക്ക് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് അവർക്കും നമുക്കും സർവശക്തനായ നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ക്ലാസ് റൂമും അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ നവീകരിച്ച കെട്ടിയ ക്ലാസ് റൂമുകളൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. അത് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുമായി സഹകരിച്ച മുഴുവൻ വ്യക്തികൾ, പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ ജബ്ബാർ ഉസ്താദിൻ്റെ പ്രിയതമയടക്കമുള്ള നമ്മുടെ പിന്നെ മര്യാദ അവരുടെ കുടുംബവും, ഇപ്പം ബദർ നേരത്തെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുക, എൻ്റെ ആശംസകൾ അറിയിച്ചാളി എന്ന് പറഞ്ഞാൽ. ബദർ നമ്മളെ പിന്നെ വാഴക്കാട്ടെ പുതിയാപ്പിളയാണ്. ബദർ PK ഹുസൈൻ സാഹിബിൻ്റെ മകളെയാണ്. അദ്ദേഹം കല്യാണം കഴിച്ചത്, നമ്മുടെ സുഹൃത്താണ് അദ്ദേഹവും. അതുപോലെ തന്നെ പിന്നെ നേരത്തെ മഖബൂൽ, നമ്മുടെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള മഖബൂൽ, അദ്ദേഹം പെട്ടെന്ന് പോയി. അദ്ദേഹത്തിൻ്റെയും പിന്നെ ആശംസകൾ ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. ബദറും പ്രത്യേകമായിട്ട് ആശംസകൾ അറിയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ സഹോദരൻ PT സലീം മാസ്റ്ററുടെ മകൻ, നമുക്കറിയാം പിന്നെ ഡോക്ടർ ബാസിൻ, അവന് സർജൻസി 3 മാസം കൂടിയുള്ളവന് കഴിയാൻ. ആ സമയത്താണ് അവന് മാരകമായിട്ടുള്ള രക്താർബുദം ബാധിച്ച് ചികിത്സയിലാണ്. 4.5 മാസത്തോളമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചികിത്സയാണ് അദ്ദേഹം. പിന്നെ ഇടയ്ക്ക് സുഖമാവും, വീണ്ടും അസുഖമാവും. ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ്, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരവസ്ഥയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ കുട്ടി ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഹജ്ജിന് പോകുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ആരുടെ പ്രാർത്ഥനയാണ് പഠിച്ചോളം സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാ ആൾക്കാരും ആ കുട്ടിക്ക് വേണ്ടിയും നേരത്തെ ഞാൻ പറഞ്ഞ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഇന്നലത്തെ ഖുത്ബയിൽ പറയുന്നത് പോലെ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണം. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സർവശക്തനായ നാഥൻ നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ സഫലീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സഹോദരി ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും ആ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാറപ്പുറത്ത് KM അബൂബക്കർ മാഷി, TK അഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. ബാവുസാൻ അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിച്ച ആൾക്കാരാണ്.
മുഴുവൻ ആൾക്കാരുടെയും പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ പലരും വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ആരുടെയും പേര് പറയാതെ അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുകയും ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇനിയും അവരുടെ മക്കളായ നമുക്കും അവർ ചെയ്ത അതേ പാതയിലൂടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും സർവശക്തൻ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹുർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ദാറുസ്സലാം മദ്രസയുടെ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഓരോരുത്തർക്കും, അതേപോലെ തന്നെ വ്യത്യസ്ത കാരണങ്ങളാൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ എന്നാൽ ആശംസകൾ പറയാൻ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും, അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിനികൾക്കും ഈ സംരംഭവുമായി സഹകരിച്ച, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹകരിച്ച എല്ലാ ഓരോരുത്തർക്കും നന്ദി പറയുന്നതോടൊപ്പം തുടർന്നും നമ്മുടെ ഇങ്ങനെയുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അധ്യക്ഷ സമ്മതത്തോടു കൂടി ഈ ചടങ്ങ് അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.